ഗുഡ് മോർണിംഗ് ടു ഓൾ. എല്ലാവർക്കും ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. എൻ്റെ പേര് അക്ഷയ. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് ജോയിനിങ് ആയിരിക്കുന്നത്. ഞാനൊരു വീട്ടമ്മ കൂടിയാണ്. ഈ ബിസിനസ്സുമായി കണക്ട് ചെയ്തിട്ട് 4 month ആയി. നമ്മുടെ ഇന്നത്തെ ഈ പ്ലാൻ പ്രസന്റേഷൻ എടുക്കാൻ പോകുന്നത് നമ്മുടെ സീന മേഡം ആണ്. സീന മേഡം പത്തനംതിട്ടയിൽ നിന്നാണ് ജോയിൻ ആയിരിക്കുന്നത്. സീന മേഡം വളരെയധികം സീരിയസ് ആയിട്ട് തന്നെ ഈ ബിസിനസ് നല്ലപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തി കൂടിയാണ്. നമുക്ക് സീന മേഡത്തെ വെൽക്കം ചെയ്യാം. വെൽക്കം സീന മേഡം. അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കൂ സീനി. താങ്ക് യു മാഡം, താങ്ക് യു സോ മച്ച്. വളരെ നല്ല രീതിയിൽ തന്നെ എന്നെ ഇൻവൈറ്റ് ചെയ്തു. എങ്കിലും ഞാൻ എന്നെ ഒന്ന് സ്വയം പരിചയപ്പെടുത്താം. എൻ്റെ പേര് സീന സനു. പത്തനംതിട്ടയിൽ നിന്നാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. ഒരു എക്സ്ട്രാ വരുമാനത്തോടൊപ്പം നല്ലൊരു ആരോഗ്യവും അതുപോലെ തന്നെ നല്ലൊരു പേഴ്സണാലിറ്റിയും കൂടി പ്രദാനം ചെയ്യുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഞാനൊരു സ്ലൈഡിൻ്റെ സഹായത്തോടെയാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. എല്ലാവരും ഒരു 30 മിനിറ്റ് വളരെ ക്ഷമയോടുകൂടി കേട്ടിരിക്കുക. സ്ലൈഡ് ഓക്കെ ആണോ? കാണാമോ? ഓക്കെ ആണ്. വിന്നിംഗ് ടീം, ദ ടീം ഓഫ് ചാമ്പ്യൻ. ഇന്ത്യയിലെ തന്നെ നമ്പർ 1 എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് വിന്നിംഗ് ടീം. 1 രൂപ പോലും ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ നമ്മുടെ ഫ്രീ ടൈം ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് ലക്ഷങ്ങൾ വരുമാനം വാങ്ങിച്ചുകൊണ്ട് കൊടുത്തിരിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് വിന്നിംഗ് ടീം. ഈ വിന്നിംഗ് ടീമിന്റെ സഹായത്തോട് ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് CEO, കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി. ഇവിടെ നമ്മളെ ഒരു കസ്റ്റമറിനെ സ്മാർട്ട് കസ്റ്റമറാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. നമ്മളെല്ലാവരും കസ്റ്റമറാണ്. ഇവിടെ കസ്റ്റമറായിരിക്കുന്ന സമയത്ത് നമുക്ക് യാതൊരുവിധ ബെനിഫിറ്റും കിട്ടാറില്ല. ഇവിടെയാണ് നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യാനൊരു അവസരം വിന്നിംഗ് ടീം തരുന്നത്. ഈ പിക്ചറിൽ കാണുന്ന ഒരു വ്യക്തിയുടെ കോമൺ ആയിട്ടുള്ള സ്വപ്നങ്ങളാണ്. നമുക്കെല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട്. ധാരാളം പണം സമ്പാദിക്കാനും അതുപോലെ തന്നെ ലക്ഷറി കാറുകൾ വാങ്ങിക്കാനും വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാനും അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടഭവനം വാങ്ങാനും ഫാമിലിയോടൊപ്പം സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും സ്പെൻഡ് ചെയ്യാനും ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഈ സാഹചര്യങ്ങൾ കൊണ്ട് നമ്മുടെ വരുമാനങ്ങൾ കൊണ്ട് നമുക്കതിന് സാധിച്ചെന്ന് വരില്ല. ഈ ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ ഇതെല്ലാം നമുക്ക് സാധ്യമാകുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൽ കൂടി എന്തെല്ലാം കിട്ടുമെന്ന് നോക്കാം. ഒരു എക്സ്ട്രാ ഇൻകം. ഒരു ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ആ ജോലിയോടൊപ്പം തന്നെ അവരുടെ ഫ്രീ ടൈം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ ഫ്രീ ടൈമിൽ അവർക്കൊരു എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഫിനാൻഷ്യൽ ഫ്രീഡം. നമ്മളിപ്പോൾ ഒരു കടയിൽ ഷോപ്പിങ്ങിനോ വല്ലതും പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വസ്ത്രം എടുക്കാനാണ് നമ്മളെ ഒരു ഇഷ്ടപ്പെട്ട വസ്ത്രം എടുക്കണം. നമ്മൾ ആദ്യം എന്തോ നോക്കുന്നത് അതിൻ്റെ പ്രൈസ് ടാഗിലോട്ടായിരിക്കും. അപ്പം ആ പ്രൈസ് ടാഗിൽ നോക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള പൈസ അതിന് തികയാതെ വരും. അത് നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം ഇല്ലാത്തത് കൊണ്ടാണ്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ നമുക്കതിന് ഫിനാൻഷ്യൽ ഫ്രീഡം സാധ്യമാകുന്നുണ്ട്. അതുപോലെ ടൈം ഫ്രീഡം. നമ്മളിപ്പോൾ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ സ്ഥാപനത്തിൽ ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ ജോലി ചെയ്യണമെന്നുണ്ട്. നമ്മുടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ നമ്മുടെ എല്ലാ ജോലികളും കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്രീ ടൈം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാനെ കൊണ്ട് സാധിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണിത്. ഇതിൽ ധാരാളം ടൈം നമുക്ക് ഫ്രീഡം കിട്ടുന്നുണ്ട്. അതുപോലെ ഗുഡ് ഹെൽത്ത്, നല്ലൊരു ആരോഗ്യം ഈ ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പം നമ്മളെല്ലാം അസുഖങ്ങളുടെ ലോകത്താണ് ജീവിക്കുന്നത്. രോഗികളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഹോസ്പിറ്റലുകളുടെ എണ്ണവും വളരെ കൂടുതലാണ്. ഹോസ്പിറ്റലുകളുടെ എണ്ണവും വളരെ വലിപ്പം കൂടിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ നമുക്ക് നല്ലൊരു ആരോഗ്യം, നമുക്ക് ധാരാളം വെൽനസ് പ്രോഡക്റ്റുകൾ നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ലീവ് എ ലെഗസി. നമ്മൾ അറിയപ്പെടുന്ന വ്യക്തികളായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ തലമുറകൾക്ക് നമുക്ക് ഒരു ജോലി കിട്ടിക്കഴിഞ്ഞ് നമ്മളൊരു ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ആ ജോലി നമ്മുടെ മക്കൾക്ക് കൈമാറാൻ സാധിക്കത്തില്ല. ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് 18 വയസ്സ് നമ്മുടെ കുട്ടികൾക്കായി കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കൈമാറി കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ ഏർലി റിട്ടയർമെന്റ്. ഇപ്പോൾ നമ്മളെല്ലാവരും പഠിച്ചിറങ്ങി ഒരു 50 55 വയസ്സ് വരെ ആയിരിക്കും നമ്മൾ ജോലി ചെയ്യുന്നുണ്ടാകും. 50 55 വയസ്സിലായിരിക്കും നമ്മൾ റിട്ടയർമെന്റ് ലൈഫിലേക്ക് പോകുന്നത്.
അപ്പോൾ ആ റിട്ടയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അസുഖങ്ങളും ഫാമിലി പ്രോബ്ലംസും നമുക്ക് വരുമാനമൊക്കെ നിൽക്കുന്ന അവസ്ഥ, നമ്മുടെ ആ ജോലി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് ആ അവസ്ഥ പിന്നെ വരുമാനം നിൽക്കുന്ന ആ ഒരു ഇതാണ്. അപ്പം നമ്മൾ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥയൊക്കെ ആയിരിക്കും ആ റിട്ടയർമെന്റ് ലൈഫിലേക്ക് ഉണ്ടാവുക. ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഒരു 8 വർഷം സീരിയസ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ റിട്ടയർമെന്റ് ലൈഫിലേക്ക് പോകാനായിട്ട് സാധിക്കും. അതുപോലെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇങ്ങനെയൊന്നും സംസാരിക്കാനും മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ പ്രസന്റ് ചെയ്യാനൊന്നുള്ള കഴിവില്ലായിരുന്നു. ഈ ഒരു ഓപ്പർച്യൂണിറ്റി വന്നതുകൊണ്ട് അതിന് സാധിക്കുന്നുണ്ട്. അതുപോലെ ട്രാവൽ അറൗണ്ട് ദ വേൾഡ്, ലോകം മുഴുവനും ചുറ്റി സഞ്ചരിക്കാൻ ഫ്രീ ആയിട്ട് നമുക്ക് ഈ ഓപ്പർച്യൂണിറ്റിയിലൂടെ സാധിക്കുന്നുണ്ട്. ഹെൽപ്പിംഗ് അതേഴ്സ്, നമുക്ക് മറ്റുള്ളവരെ സഹായിക്കണം എന്ന ആഗ്രഹമുണ്ടായിരിക്കും, പക്ഷെ നമ്മുടെ ഈ സാഹചര്യങ്ങൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് അതിന് സാധിച്ചെന്ന് വരില്ല. ഈ ഒരു ഓപ്പർച്യൂണിറ്റി സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും അതുപോലെ തന്നെ അസുഖങ്ങളായിട്ട് ബുദ്ധിമുട്ടുന്നവർക്കും ഈ ഓപ്പർച്യൂണിറ്റി നമുക്ക് കൊടുത്തവരെ സഹായിക്കാനെ കൊണ്ട് സാധിക്കും. ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന കമ്പനിയുടെ പേരാണ് വെസ്റ്റീജ് മാർക്കറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. ഇത് 2004 ഡൽഹിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ആ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 10 പ്രോഡക്ട്സും 2 ഓഫീസും 6 ഡിസ്ട്രിബ്യൂട്ടേഴ്സുമായി തുടങ്ങിയ കമ്പനിയാണ്. ഇതിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് മിസ്റ്റർ ഗൗതം ബാലി സാറ്, കോ ഫൗണ്ടർമാരാണ് കാൻബർബർ സിംഗും മിസ്റ്റർ ദീപക് സുസാറും. ഇപ്പോൾ 21 വർഷം കഴിഞ്ഞപ്പോൾ 10 പ്രോഡക്ട്സിൽ നിന്ന് 400-ലധികം പ്രോഡക്റ്റുകളും അതുപോലെ തന്നെ 2 ഓഫീസിൽ നിന്ന് 5000-ലധികം ഓഫീസും 6 ഡിസ്ട്രിബ്യൂട്ടേഴ്സിൽ നിന്ന് 5 കോടിയിലധികം ഡിസ്ട്രിബ്യൂട്ടേഴ്സുമായി വളർന്നു വരുന്നുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ്. ഇന്ത്യയിൽ തന്നെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് വെസ്റ്റീജ്. ലോകത്തിലെ 38ാം സ്ഥാനത്ത് കമ്പനി റൺ ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്റർനാഷണൽ പ്രസൻസിൽ UAE, സൗദി അറേബ്യ, ഐവറി കോസ്റ്റ്, ബംഗ്ലാദേശ്, തായ്ലൻഡ്, ഘാന, ഫിലിപ്പീൻസ് ഈ 8 രാജ്യങ്ങളിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവരുടെ വിഷൻ എന്ന് പറയുന്നത് 30ഓളം രാജ്യങ്ങളിൽ എത്തിക്കുക, 2030 ആകുമ്പോഴത്തേലും 30ഓളം രാജ്യങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പോയിക്കൊണ്ടിരിക്കുന്ന കമ്പനിയാണിത്. ട്രഡീഷണൽ മാർക്കറ്റിംഗ്, നമ്മൾ വർഷങ്ങളായി നമ്മുടെ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങുന്ന ഒരു രീതിയാണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ്. ഒരു കമ്പനി പ്രോഡക്റ്റ് മാനുഫാക്ചറിങ് ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് നേരിട്ട് മാർക്കറ്റിൽ കിട്ടാറില്ല. ഇത് മാർക്കറ്റിൽ എത്തുന്നത് എങ്ങനെ? പരസ്യങ്ങളിലൂടെയും TV ചാനലിലൂടെയൊക്കെയാണ് നമ്മൾ അറിയുന്നത്. ഇത് മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞാൽ C&F ഏജന്റ്, സൂപ്പർ സ്റ്റോക്കിസ്റ്റ്, ഹോൾസെയിലർ, റീറ്റെയിലർ വഴിയാണ് കൺസ്യൂമറായ നമ്മുടെ കയ്യിൽ 100% MRP കൊടുത്ത് നമ്മൾ വാങ്ങിക്കുന്നത്. കമ്പനിക്ക് 40% മാത്രമേ മാനുഫാക്ചറിങ് കോസ്റ്റ് ആവുന്നുള്ളൂ. ബാക്കി 60%വും ഈ ഇടനിലക്കാരും പരസ്യക്കാരുമാണ് കൊണ്ടുപോകുന്നത്. കൺസ്യൂമറായ നമ്മൾ 100%വും MRP കൊടുത്താണ് വാങ്ങിക്കുന്നത്. ഇവിടെ വെസ്റ്റീജ് കമ്പനി ഇടനിലക്കാരോ പരസ്യക്കാരോ ഇല്ലാതെ നേരിട്ട് കസ്റ്റമറിലേക്ക് തന്നെ ഡയറക്റ്റായിട്ട് സെല്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ മാനുഫാക്ചറിങ്, നേരത്തെ പറഞ്ഞ ട്രഡീഷണൽ മാർക്കറ്റിൽ പറഞ്ഞ മാനുഫാക്ചറിങ് കോസ്റ്റ് 40% കമ്പനി എടുത്തുകൊണ്ട് ബാക്കി 60%വും ഇടനിലക്കാർക്കോ പരസ്യക്കാർക്കോ കൊടുക്കാതെ നമ്മളിൽ തന്നെ നേരിട്ട് കമ്പനി പല രൂപത്തിൽ നമുക്കിവിടെ തരികയാണ് ചെയ്യുന്നത്, പല വരുമാനമായിട്ട്. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ചേഞ്ച് യുവർ ഷോപ്പ് ആൻഡ് ചേഞ്ച് യുവർ ലൈഫ്. ഇത്രയും നാൾ നമ്മൾ എവിടെ നിന്നാണോ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരുന്നത് ആ ഷോപ്പ് ഒന്ന് ചേഞ്ച് ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ ലൈഫ് തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. യൂസ് ദ പ്രോഡക്റ്റ് ആൻഡ് ഷെയർ ദ എക്സ്പീരിയൻസ്, അതാണ് ഇവിടെ ചെയ്യേണ്ടത്. ഇനി നമ്മളൊരു കസ്റ്റമറായിരിക്കുന്ന സമയത്ത് നമുക്ക് എന്തെല്ലാം ബെനിഫിറ്റ്സ് ആണ് കിട്ടുന്നതെന്ന് നോക്കാം. 50% നമുക്ക് ബെനിഫിറ്റ്സ് കസ്റ്റമർ ആയിരിക്കുന്ന സമയത്ത് കിട്ടുന്നുണ്ട്. MRP 10 മുതൽ 20% വരെ, റീപർച്ചേസിംഗ് ഓഫർ 10%, ക്യാഷ് ബാക്ക് 5 മുതൽ 16% വരെ, മണി ബാക്ക് ഗ്യാരണ്ടി 100%. അതുപോലെ കൺസിസ്റ്റൻസി ഓഫർ, നമ്മളൊരു 4 മാസം 100 പോയിന്റ് എന്ന് പറയുമ്പോൾ ഒരു 2800 3200-നകത്ത് വരുന്ന രൂപയ്ക്കുള്ള സാധനം പർച്ചേസ് 4 മാസം തുടർച്ചയായി ചെയ്തു കഴിഞ്ഞാൽ 5-ാം മാസം നമുക്ക് 2515 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട്. അത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് ഓഫറാ, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, നിർബന്ധമില്ല. ഇനി ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന 3 ഇൻഡസ്ട്രികളാണ് ഈ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങും വെൽനെസ്സും ഇ-കൊമേഴ്സും.
നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നമുക്കറിയാം, വെൽനെസ്സും ഇ കൊമേഴ്സും അറിയാം. ഇ കൊമേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫോൺ ഉപയോഗിച്ച് ഓൺലൈൻ വഴി നമ്മുടെ വീട്ടിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ വാങ്ങിക്കുന്ന ഒരു രീതിയാണ്. അതിനകത്ത് മീഷോ, ഫ്ലിപ്കാർട്ട് അതുപോലെ ഉള്ള അമേരിക്കൻ കമ്പനികളിൽ നിന്ന് നമ്മൾ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യുന്ന രീതി. നമ്മുടെ ഈ കൊമേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ധാരാളം ആളുകളിലേക്ക് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുകയും അങ്ങനെ നമ്മൾ ധാരാളം ആളുകളിലേക്ക് ഇത് എത്തിക്കുന്ന ഒരു രീതി. അതുപോലെ വെൽനസ് റെവല്യൂഷൻ, പോൾസ് ആൻഡ് പിൽസർ എന്ന അമേരിക്കൻ എക്കണോമിസ്റ്റ് നെറ്റ്വർക്ക് ഇഷ്യൂ എന്ന് തോന്നുന്നു. നെറ്റ് പോയായിരുന്നു. ഓക്കെ, ഇനി വരുന്ന കാലഘട്ടം IT കാലഘട്ടമാണെന്ന് പ്രവചിച്ചിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഇനി വരുന്ന ട്രില്യൺ ഡോളർ ഇൻഡസ്ട്രി വെൽനസ് ആണെന്ന്. ഇവിടെ വെസ്റ്റീജ് കമ്പനി 100ഓളം വെൽനസ് പ്രോഡക്റ്റുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ എല്ലാവരും യോഗ, മെഡിറ്റേഷൻ അതൊക്കെ ചെയ്യുന്ന, ഇപ്പൊ എല്ലാവരും ആരോഗ്യം സംരക്ഷിക്കുന്ന ആ ഒരു ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഈ കമ്പനി ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ഈ മൂന്നും കൂടി സംയോജിപ്പിച്ചുകൊണ്ട് നമുക്കൊരു നല്ല സാധ്യതയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി നിങ്ങളെല്ലാവരും ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക. എന്നെ ഇത്രയും നേരം കേട്ടിരുന്ന എല്ലാവർക്കും വലിയൊരു താങ്ക്സ് പറയുന്നു. ഇനി നിങ്ങളുടെ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനുള്ള സമയമാണ്. നിങ്ങളുടെ സംശയങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ബാക്ക് ടു MC. താങ്ക് യു. വിഷ് യു വെൽത്ത്. താങ്ക് യു മാഡം, താങ്ക് യു. ഇനി നമുക്ക് അടുത്തൊരു ക്ലോസിംഗ് സെക്ഷൻ ആണ്. ക്ലോസിംഗ് സെക്ഷൻ കൈകാര്യം ചെയ്യുന്നതിനായി നമുക്ക് സുരേഷ് സാറിനെയാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. സുരേഷ് സാർ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. സാർ ജോലിയുടെ കൂടെ തന്നെ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ജോലിയുടെ കൂടെ തന്നെ പാർട്ട് ടൈം ആയിട്ടാണ് ഈ ഒരു ബിസിനസ് കൊണ്ടുപോകുന്നത്. സാർ ഈ ബിസിനസ്സുമായി കണക്ട് ആയിട്ട് 4 years ആയി. സ്റ്റാർ ഡയറക്ടറും കാർഫണ്ട് അച്ചീവറും കൂടിയാണ് നമ്മുടെ സുരേഷ് സാർ. സുരേഷ് സാറിനെ വെൽക്കം ചെയ്യാം. വെൽക്കം സുരേഷ് സാർ. താങ്ക് യു മാഡം. അക്ഷയ എന്നെ വളരെ വ്യക്തമായിട്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്. ഓക്കെ, പിന്നെ ഞാനിവിടെ ഒരു എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ദുബായിൽ. ഏകദേശം 10-20 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതോടൊപ്പം പാർട്ട് ടൈം ആയിട്ട് ബിസിനസ് കൊണ്ടുപോകുന്നു. ഞാനും വൈഫ് അശ്വിനിയും കൂടിയിട്ട്. ഓക്കെ, അശ്വിനി ബിസിനസ് തന്നെ ഉണ്ട്, നമ്മുടെ സ്ക്രീനിൽ തന്നെ ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ എനിക്ക് എടുത്തു പറയാനുള്ളത്, നമ്മുടെ ഇന്നത്തെ പ്രസന്റേഷൻ ചെയ്ത മാഡം ശ്രീന മാഡം വളരെ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വളരെ കൂളായിട്ട് പറഞ്ഞു തന്ന കാര്യങ്ങൾ. കുറച്ച് സമയം കൂടി, വളരെ ചെറിയ സമയമുള്ളൂ, അതുകൊണ്ടാണ് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് ചെയ്തത്. അവർ നമുക്ക് വളരെ ചെറിയ സമയം കൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഫാസ്റ്റ് ആയിട്ട് ചെയ്തത്. അപ്പോൾ ആർക്കും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. പുതിയ ആൾക്കാരും പഴയ ആൾക്കാരും ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ പിന്നെ ഒന്നുകൂടി സീന മാഡത്തിനെ അപ്രിസിയേറ്റ് ചെയ്യുന്നു. പിന്നെ ഇത്രയും ആൾക്കാർക്ക് വേണ്ടി ഒരു പ്രസന്റേഷൻ വളരെ ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്തതിന്. അപ്പോൾ പിന്നെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. പുതിയ ആൾക്കാർക്ക് ഡൗട്ട് തീർച്ചയായിട്ടും ചോദിക്കാം. ഇതിപ്പോ നമ്മുടെ കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾ കേട്ടിട്ട് അതുപോലെ ചെയ്യുന്നതല്ല, നിങ്ങൾ പഠിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ സംസാരിക്കുന്ന പോലെ നിങ്ങൾക്ക് ഇവിടെ ഓരോ ആൾക്കും സംസാരിക്കാനുള്ള അവസരം ഈ വേദിയിലുണ്ട്. ഏത് സമയത്ത്, എനി ടൈം. നമ്മളൊരിക്കലും അൺമ്യൂട്ട് ചെയ്യുന്നില്ല ഇവിടെ. സോറി, ഇവിടെ മ്യൂട്ട് ചെയ്ത് വെക്കുന്നില്ല ആരെ. എല്ലാവർക്കും സംസാരിക്കാം. രോഹിത് പുതിയ ആളാണോ? രോഹിത് CG. എന്തോ? പുതിയ ആളാണ്. ഓക്കെ. ആരായിരുന്നു ഇൻവൈറ്റ് ചെയ്തേ? എന്നെ എന്നുവെച്ച് പേര് മറന്നുപോയി, പറഞ്ഞിരുന്നു ആദ്യം. ഞാനാണ്, ജിനു ആണ്. ജിനു തോമസാ? ജിനു തോമസ്. ഓക്കെ. ജിനു തോമസ് നമ്മുടെ സീരിയസ് ആയിട്ടുള്ള ലീഡറാണ്. ബിസിനസ്സിനെ വളരെ സീരിയസ് ആയിട്ട് കൊണ്ടുനടക്കുന്ന ലീഡറാണ്. സാറ് ഫുള്ള് കേട്ടായിരുന്നോ ബിസിനസ് പ്ലാന്? ഞാൻ കേട്ടായിരുന്നു. അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് കാര്യങ്ങൾ ബാക്കിയൊന്നും. ഓക്കെ. സാർ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഞാൻ വർക്ക് ചെയ്യുമോ? വർക്ക് ചെയ്യണ്ടല്ലേ? ഓക്കെ. അപ്പോൾ തീർച്ചയായിട്ടും പാർട്ട് ടൈം. നാട്ടിലെവിടെയായിരുന്നു? ഞാൻ ട്രിവാൻഡ്രം. ഓക്കെ. തീർച്ചയായിട്ടും ഞാൻ നാട്ടിൽ കാസർഗോഡാണ്, ദുബായിലാണ് ഉള്ളത്. അപ്പൊ ഞാൻ എങ്ങനെ ചെയ്യേണ്ടത് കൂടി പറഞ്ഞുതരാം. അപ്പോൾ പുതിയ ആൾക്കാർ പിന്നെ കേൾക്കുക. കാരണം
ഓരോ ആൾക്കാർക്കും സംസാരിക്കാൻ അവസരമുണ്ട്. അപ്പൊ ഞാൻ ഈ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് പുതിയ ആൾക്കാർക്കൊക്കെ മനസ്സിലാവും. കാരണം ഓരോ ആൾക്കാർ ഡൗട്ട് ചോദിക്കുമ്പോഴും എല്ലാവർക്കും ഇത് ഹെൽപ്ഫുൾ ആണ്. രോഹിത് സാർ ഒരു ഡൗട്ട് ചോദിച്ചു, അത് നമുക്ക് എല്ലാവർക്കും ഒരു സപ്പോർട്ടീവ് ആണ്. കാരണം ഞാൻ ഒരു കാര്യം പറയുമ്പോൾ എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഈ നമ്മുടെ സീന മാഡം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പ്ലാനിൽ. നമ്മുടെ ഈ ബിസിനസ്സിന് ആദ്യം നമുക്ക് എന്തിനാണ് ഈ ബിസിനസ്, ജോബുള്ളവർക്ക് ഒരു പാർട്ട് ടൈം ആയിട്ട്, ജോബ് ഇല്ലാത്തവർക്ക് ഫുൾ ടൈം ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അവസരം, അത് ആദ്യം ഒരു വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഡ്രീം ഉണ്ട്, ആ ഡ്രീം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും ഇവിടെ. പിന്നെ പല കമ്പനിയെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. 22 ഇയർ ആയ കമ്പനിയാണ്, വളരെ ഫാസ്റ്റ് ഗ്രോയിങ്ങിൽ പോകുന്ന കമ്പനിയാണ്. അതും കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം പറഞ്ഞു ഈ ബിസിനസ് എന്താണെന്നുള്ളത്. ആ ബിസിനസ് എന്താണ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അവർക്ക് ആദ്യം ഒരു പേജ് ഓപ്പൺ ആക്കി അവര് പിന്നെ എന്താ പറയാ, നമ്മുടെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് സാധനങ്ങൾ, വീട്ടിലെ സാധനങ്ങൾ എങ്ങനെയാ വാങ്ങുക, പിന്നെ ഡയറക്റ്റ് ഷോപ്പിൽ പോയി വാങ്ങുന്നുണ്ട് അല്ലെ. ഷോപ്പിൽ പോയി വാങ്ങുമ്പോൾ ഷോപ്പിലേക്ക് എവിടുന്ന ഫാക്ടറി, പിന്നെ നമ്മുടെ ഒരു ഫാക്ടറിയിൽ നിന്ന് മാനുഫാക്ചർ, അതുപോലെ തന്നെ പിന്നെ സൂപ്പർ ഡീലേഴ്സ്, അങ്ങനെ ഒരുപാട് ആൾക്കാർ കൈമാറിയിട്ടാണ് വരുന്നത്. അതുകൂടാതെ ഈ പരസ്യക്കാർ ഇടനിലക്കാർക്ക് അവർക്കും കൂടി കൊടുക്കണം. ഈ കാശൊക്കെ ഈടാക്കുന്നത് നമ്മുടെ കയ്യിൽ നിന്നാണ്. അതാണ് നമ്മൾ ട്രഡീഷണൽ മാർക്കറ്റിംഗ് ഇപ്പൊ സാധാരണ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവര് നമ്മുടെ സീനമേഡ് പ്രസന്റ് ചെയ്ത ബിസിനസ് എന്ന് പറയുന്നത്, കമ്പനി ഡയറക്റ്റ് നമ്മളോട്ട് പ്രൊഡക്റ്റ് എത്തിക്കുകയാണ് ചെയ്യുന്നത്, സെല്ല് ചെയ്യുന്നത്. ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയും. അതായത് ഇവിടെ പലയിടത്തും ഡയറക്റ്റ് സെല്ലിംഗ് തെറ്റായ രീതി ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ കമ്പനി സാധനങ്ങൾ വാങ്ങിയിട്ട്, ഇതുപോലെ കമ്പനി സാധനങ്ങൾ വാങ്ങിയിട്ട് വീട് തോറും പോയിട്ട് വിൽക്കുകയാണ് ചെയ്യുന്നത്. അതിന് ഡയറക്റ്റ് സെല്ലിംഗ് ആൾക്കാർ പറയുന്നത്. അതല്ല ഇത്. ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ കമ്പനി നമ്മളോട് ഡയറക്റ്റ് എത്തുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇടനിലക്കാരും പരസ്യക്കാരും ഒഴിവാക്കിക്കൊണ്ട് പ്രൊഡക്റ്റ് നമുക്ക് ഡയറക്റ്റ് എത്തുന്നു. അപ്പോൾ അവിടെ 60% സേവ് ചെയ്യുന്നു. ആ സേവ് ചെയ്യുന്ന കാശ് നമുക്ക് എല്ലാവർക്കും ഡിവൈഡ് ആക്കി തരുന്നു. ഇതാണ് ഈ ഡയറക്റ്റ് സെല്ലിംഗിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇത് എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ, നമ്മുടെ ഞാനിത് സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ, ആദ്യം ഒരു കൺസ്യൂമർ ആയിട്ട് നിൽക്കുക. 450 പ്രൊഡക്റ്റ് ഉണ്ട്. എന്തൊക്കെ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ FMCG പ്രൊഡക്റ്റ് എല്ലാം ഉണ്ട്. ഓക്കെ, ഇപ്പോ ബ്യൂട്ടി കോസ്മെറ്റിക്സ് ഐറ്റംസ് ഇഷ്ടപ്പെടുന്നവർക്ക് ആ സെഷൻ വലിയ സെഷൻസ് അവിടെ ഉണ്ട്. അല്ല, അഗ്രി പ്രൊഡക്റ്റ് ഇഷ്ടപ്പെടുന്നത് അതിന് വലിയൊരു സെഷൻ അവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ സാധനം വീട്ടിൽ ഉപയോഗിക്കുന്ന പിന്നെ പേസ്റ്റ് ആയിക്കോട്ടെ, സോപ്പ് ആയിക്കോട്ടെ, ഡിയോഡറന്റ്, അതുപോലെ തന്നെ ഫ്ലോർ ടോയ് അങ്ങനത്തെ ആയിക്കോട്ടെ, അതിന് വേറെ സെഷൻ. നമുക്ക് അതായത് 450 പ്രൊഡക്റ്റ് ഉണ്ട് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് ചേഞ്ച് ദ ഷോപ്പ് എന്നാണ് പറയുന്നത്. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ 1000, 2000, 10,000, 20,000 രൂപയുടെ സാധനം ഒരിക്കലും വാങ്ങരുത്. നിങ്ങൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് ഇതിന് കൊള്ളാവോ നോക്കണം. ഫസ്റ്റ് പ്രൊഡക്റ്റ് ഒക്കെ ഓക്കെ ആണോ നോക്കണം. പ്രൊഡക്റ്റ് ഓക്കെ ആണ്, നമുക്ക് ഈ കമ്പനി പ്രൊഡക്റ്റ് ചിലപ്പോൾ ഒരു പ്രൊഡക്റ്റ് മാത്രം വാങ്ങരുത്, 1-2 പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റുമല്ലോ അല്ലേ. ക്വാളിറ്റി നോക്കുക. ക്വാളിറ്റി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജസ്റ്റ് ഷോപ്പ് ചേഞ്ച് ചെയ്യുന്ന വെച്ചാൽ മറ്റുള്ള ഷോപ്പുകൾ എന്തൊക്കെ നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ തീരുന്നത് അതുപോലെ വാങ്ങാൻ വേണ്ടിയിട്ട് ഓൺലൈനിൽ വാങ്ങാം. വീട്ടിൽ പിന്നെ അതുകൂടാതെ പോസ്റ്റലിൽ വാങ്ങാൻ ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ വീട്ടിൽ പോസ്റ്റ് ഓഫീസിൽ എത്തിച്ചേരും. അതുകൂടാതെ നമുക്ക് വേറെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഷോപ്പിൽ പോയി വാങ്ങാം. ഇവിടെ തിരുവനന്തപുരത്ത് ഷോപ്പ് ഉണ്ട്, സാറ് പറഞ്ഞ പോലെ തിരുവനന്തപുരം ഷോപ്പ് ഉണ്ട്, സ്റ്റാച്യൂല്. പിന്നെ കാസർഗോഡും ആലപ്പുഴയും മാത്രം ഷോപ്പില്ല, ബാക്കി എല്ലായിടത്തും ഇതിന്റെ ഔട്ട്ലെറ്റും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ട്. പിന്നെ ഔട്ട് UAE സൗദിയിലും ഒക്കെ ഉണ്ടല്ലോ, പറഞ്ഞല്ലോ. ഓക്കെ, ഇന്ത്യൻ കമ്പനിയാണ്. അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ, ചേഞ്ച് ദ ഷോപ്പ്. ഇതോടെ നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഞാൻ അങ്ങനെ ബിസിനസ് പിന്നെ കുറച്ച് സാധനങ്ങൾ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചു, വളരെ കുറച്ച് സാധനങ്ങൾ പ്രൊഡക്റ്റ് ഉപയോഗിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ വൈഫിനോട് പറഞ്ഞ കാര്യങ്ങൾ ആ വൈഫും അതിലോട്ട് അസോസിയേറ്റ് ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും സീരിയസ് ആയിട്ട് എടുത്തു. ഞാൻ ഇപ്പോഴും പാർട്ട് ടൈം ചെയ്യുന്നുണ്ട്. വൈഫ് അതിനെ സാധ്യതകൾ മനസ്സിലാക്കി ജോബ് റിസൈൻ ചെയ്ത് ഫുൾ ടൈം ആയിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇതാണ് ബിസിനസിന്റെ ജസ്റ്റ് ഒരു ഔട്ടർ ലൈൻ എന്ന് പറയുന്നത്, ചേഞ്ച് ദ ഷോപ്പ്. ഇപ്പോൾ സാർ ഇപ്പോൾ ചോദിക്കുന്നത്, ഇപ്പോൾ എനിക്ക് വലിയ കാശ് കൂടുതലായിരിക്കും സോപ്പിനൊക്കെ എന്ന് ചോദിക്കും. ഇല്ല, ഒരിക്കലും ഇല്ല. അപ്പോൾ ഒരു സോപ്പ് ആണെങ്കിൽ 44 dirhams ഉള്ളൂ, റുപ്പീസേ ഉള്ളൂ. ഒരു പേസ്റ്റ് ആണ് 63 rupees. പേസ്റ്റോ സോപ്പോ എന്തെങ്കിലും അതിൽ എഴുതിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ 30% ഉപയോഗിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാം. ടീ ആയിക്കോട്ടെ, കോഫി ആയിക്കോട്ടെ. കാരണം അത്രയും ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ്. കാരണം ഇതിന്റെ പരസ്യക്കാരില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ പരസ്യം ചെയ്യുന്നവരാണ്. ഇപ്പോൾ പരസ്യം പറഞ്ഞ സീനമേഡാണ്, ഞാനാണ്. കാരണം ഞങ്ങളിലൂടെയാണ് നിങ്ങൾക്ക് അറിയുന്നത്, മൗത്ത് ടു മൗത്ത്. അവർ ഉപയോഗിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. അവരെന്ന് വെച്ചാൽ ലൈഫിൽ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ഫേസ് ചെയ്ത് വന്ന ആളാണ്. ഞാനും എനിക്ക് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, വൈഫ് ആയിക്കോട്ടെ, എല്ലാവർക്കും. അതിലൊക്കെ ഇവിടെ നമുക്ക് ഫുഡ് സപ്ലിമെന്റ് കൂടിയുണ്ട്. നമ്മുടെ ലൈഫിനെ പിടിച്ചെടുത്താൽ ഫുഡ് സപ്ലിമെന്റ് നമുക്ക് കൂടി ഇവിടെ ഉണ്ട്. അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. മനസ്സിലായില്ലേ? ടാബ്ലറ്റോ മെഡിസിനൊന്നും അല്ല, ഫുഡ് സപ്ലിമെന്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ അവരെ എക്സ്പീരിയൻസിലൂടെയാണ് അവർക്ക് ഒരുപാട് ഓർഗനൈസേഷൻ ഇതുപോലത്തെ ടീമുകളായിട്ട് വന്നത്. ഓക്കെ, ഞാൻ ഈ ബിസിനസ് ഇതുപോലെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് 3-4 പേരിലോട്ട് സ്പ്രെഡ് ചെയ്തതാണ്. വൈഫിന്റെ 2 ഫ്രണ്ട്സ്, എൻ്റെ 2 ഫ്രണ്ട്സിനോടും പറഞ്ഞപ്പോൾ ഈ ബിസിനസ് ഇന്നേക്ക് ഏകദേശം 5200 കൂടുതൽ ആൾക്കാർ ഇന്ന് ഓർഗനൈസേഷൻ ഉണ്ട്. എനിക്കറിയില്ല ആരൊക്കെയാന്നുള്ളത്. ഇതുപോലെ പ്രസന്റേഷൻ വേറൊക്കെ നടക്കുന്നുണ്ട് സ്ഥലത്തൊക്കെ, രാവിലെ മുതൽ നടക്കുന്നുണ്ട് അവിടെ ഇവിടെ ആയിട്ട്. ഓക്കെ, ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഞാനൊന്നും ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ. ഞാൻ ഇതുവരെ കുറച്ച് ഈ സീനമ എടുത്ത പോലത്തെ ട്രെയിനിങ് ചെയ്ത കുറച്ച് പേരുണ്ട്, അവരവരോടായിട്ട് ചെയ്യുന്നുണ്ട്. സീനമ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞു, അവരും സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് കഴിയുമ്പോൾ ഇതുപോലത്തെ ഓർഗനൈസേഷൻ അവർ സ്വന്തമായിട്ട് സംസാരിക്കുന്നുണ്ടാവും.
അത്രയേ ഉള്ളൂ. ഇതാണ് വളരെ സിമ്പിൾ ആണ് ഈ ബിസിനസ്. ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോ പിന്നെ ചെയിൻ ദ ഷോപ്പ് ഈ നമ്മുടെ ഒരു പിന്നെ നല്ലൊരു ഭക്ഷണം ഇല്ല ഹോട്ടലാണെങ്കിൽ ഭക്ഷണം കഴിച്ച് നമ്മൾ ഷെയർ ചെയ്യത്തില്ലേ, നല്ല ഫുഡാണ് അവിടെ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, അടുത്ത ആൾ പോയി അവിടെ നമുക്ക് പറഞ്ഞാൽ പോയി കഴിക്കൂലേ. അപ്പൊ എന്താ, ആ മുതലാളിക്ക് ലാഭം കിട്ടി. ഇവയാൾ പോയിട്ട് എന്ത് പറയും, അവരും പറയും അവിടെ പിന്നെ സുരേഷ് പറഞ്ഞിട്ടുണ്ട് അവിടെ നല്ല ഫുഡാണെന്ന്, ഞാൻ പോയി കഴിച്ചു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അവരും പോയി കഴിക്കും. ഈ എല്ലാവരും കഴിക്കുമ്പോൾ മുതലാളിക്ക് ലാഭം കൂടി വരും. ഈ പറഞ്ഞവർക്കൊന്നുമില്ല. പക്ഷെ ഇവിടെ നിങ്ങൾ അതേ സ്ട്രാറ്റജി ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നെ ഇപ്പൊ രോഹിത് സാറ് പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് വേറെ ആൾ പറയുന്നുണ്ട്. അപ്പൊ അവര് എന്ത് ചെയ്തു, സാറേ എനിക്കും വേണമായിരുന്നു, എനിക്ക് ഈ ബിസിനസ് അസോസിയേറ്റ് ചെയ്യണമല്ലോ. നമ്മുടെ ആപ്ലിക്കേഷൻ ഉണ്ട്, ഒരു ആപ്ലിക്കേഷൻ പിന്നെ നമ്മുടെ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്ത ജിനു മേഡത്തോട് പറയുകയാണെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഒരു ഐഡിയ എടുത്ത് തരും. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവരും കാണാൻ പറ്റും. അതിൽ ആഡ് മെമ്പർ ഉണ്ട്. നിങ്ങൾക്ക് ആരെങ്കിലും ഒന്ന് പിന്നെ വേണമെന്ന് ആഡ് നമുക്ക് ഒരാൾ ആഡ് ചെയ്യാൻ പറ്റും ഇവിടെ. അവരെന്തൊക്കെ ഇവിടെ ബിസിനസ് ചെയ്യുന്നു അതൊക്കെ നിങ്ങളുടെ ബിസിനസ്സാണ്, പ്രോഫിറ്റ് ആണ്. ഞാൻ എന്താ പറഞ്ഞു, ഞാൻ 4 പേരെ ആഡ് ചെയ്തിട്ടുള്ളൂ. അതിലൂടെ അവരവർ ആഡ് ചെയ്തിട്ട് ഇതുപോലെ പ്രസന്റേഷൻ കൊണ്ടിരുത്തും. അങ്ങനെ ഇപ്പോൾ 5200 ആൾക്കാരുണ്ട്. ഞാൻ 4 വർഷമായി ഇതിൽ, മനസ്സിലായില്ലേ. എന്നിട്ട് പാർട്ടമായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എനിക്ക് നാട്ടിൽ പോയാലും ഈ ബിസിനസ് ഓട്ടോമാറ്റിക് റൺ ആവും. ഞാനിപ്പോ ഒരാഴ്ച മാറി നിന്നാലും ഒരു മാസം മാറി നിന്നാലും ഈ സിസ്റ്റം ബിസിനസ് വർക്കാവുന്നുണ്ടാവും. കാരണം ഇത് സിസ്റ്റമാണ്, വിന്നി ടീം എന്ന സിസ്റ്റമാണ്. ഞാൻ മാത്രമല്ല ഇതിലുള്ളത്, ഞാനോ എന്റെ വൈഫ് അശ്വിനി ഇവിടെ സംസാരിക്കുന്ന ആളൊന്നുമല്ല. കൂടാതെ ഒരുപാട് ആൾക്കാരുണ്ട് സപ്പോർട്ട് ചെയ്യും. ഇത് പിന്നെ നമ്മളില്ലെങ്കിൽ ഈ ബിസിനസ് ഫുൾ റൺ നിലയുണ്ടാവും. അതുകൊണ്ട് അതാണ് 21 years ആയിട്ട് ഈ കമ്പനി റൺ ആവുന്നത്. ഒരു സിസ്റ്റമാണ് ഇതിൽ, മനസ്സിലായി. ഒരു വ്യക്തികളായതല്ല, സിസ്റ്റം ആയതുകൊണ്ട് ഓട്ടോമാറ്റിക് റൺ ആവും. അത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. ഒരു ഐഡിയ എടുത്തിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ആവുന്നതാണ്. ഒരുപാട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഇതിന് നമുക്ക് ഡൗട്ടുകൾ വരും. പറ്റുന്ന മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക, എല്ലാ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ നിർബന്ധമില്ല. ഇത്ര പർച്ചേസിന് നിർബന്ധമില്ല. 1 മാസം പർച്ചേസ് ചെയ്തു, 2 മാസം പർച്ചേസ് ചെയ്ത്, 3 മാസം പർച്ചേസും പൈസ ഇല്ല. അത് കുഴപ്പമില്ല. ഒരു പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ ഐ ഡി കട്ടാവത്തില്ല, ലൈഫ് ടൈം ആണ്. പിന്നെ മാഡം ഒരു ഓഫർ പറഞ്ഞിരുന്നു, 4 മാസം 2800 3000 രൂപയുടെ സാധനം വാങ്ങുകയാണെങ്കിൽ 5ാമത്തെ മാസം 2515 ഫ്രീ പ്രൊഡക്റ്റ് കിട്ടും. അത് നിർബന്ധമില്ല, ആവശ്യമുണ്ട് മാത്രം. അതുമല്ല, ഓരോ പ്രാവശ്യം നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ നമുക്ക് അതിന്റെ കൂടെ ഒരു ഫ്രീ പ്രൊഡക്റ്റ് കമ്പനി ചെയ്യുന്നുണ്ട്. അതുകൂടാതെ എല്ലാ മാസം 10ാം തീയതി ഒരു ബോണസ് ആയിട്ട് നമ്മൾ വാങ്ങിയ പ്രൊഡക്റ്റിന്റെ ഒരു ബോണസ് ആയിട്ട് ക്യാഷ് ബാക്ക് ആയിട്ട് വരുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ ആരെങ്കിലും ഓർഗനൈസേഷന് പിന്നെ നമ്മുടെ ഇത് പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവർ വാങ്ങുന്നത് അതിന്റെ പ്രോഫിറ്റ് നമുക്ക് വരും. ഇതാണ്, സിമ്പിൾ ആണ്. ഇത് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ട, ബിൽഡിങ്ങിന് വാടക കൊടുക്കണ്ട, ആൾക്കാർക്ക് പിന്നെ ശമ്പളം കൊടുക്കണ്ട, വണ്ടിക്ക് പെട്രോൾ അടിക്കണ്ട. ഇപ്പൊ പെട്രോളിന്റെ വില കൂടുന്നുണ്ട്, ഒന്നും ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് ചെയ്യാം. സാറിന്റെ ഡൗട്ട് ഉണ്ടോ? വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മളിതില് ആളെ ചേർത്താൽ മാത്രം മതിയോ, അത് സാധനം വാങ്ങി കൊടുക്കണം? സാർ വാങ്ങിക്കൊടുക്കണോ ചോദിച്ചേ? അതെ അതെ, ഇപ്പൊ ട്രിവാൻഡ്രത്ത് ഷോപ്പ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് സാധനം തന്ന് നമ്മളത് ആൾക്കാർക്ക് കൊടുക്കുകയാണോ ചെയ്യേണ്ടത്? അല്ല അല്ല, അതെ, നമ്മൾ ആളെ കൊണ്ട് വേടിപ്പിക്കാൻ അവിടെ കൊണ്ട് കോണ്ടാക്ട് ചെയ്യിപ്പിക്കണോ ചെയ്യേണ്ടത്? എങ്ങനെയാണ്? സാർ എന്താ ചെയ്യേണ്ടത്? സാർ ഇപ്പോൾ കുറച്ച് പ്രൊഡക്റ്റുകൾ, ആവശ്യമുള്ള സാധനങ്ങളെ ഒന്നും അധികം വാങ്ങരുത്. ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിയിട്ട് ഉപയോഗിച്ച് നോക്കുക. ടീയോ കോഫിയോ ബ്രേക്ക്ഫാസ്റ്റ് സീരിയലോ സോപ്പോ പീസ് എന്തായിട്ട് ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ അടുത്തുള്ളവരോട് പറയുമ്പോൾ ഇപ്പൊ പോയിട്ട് പറയരുത്. ഇപ്പൊ പറഞ്ഞ ആൾക്കാർ നെഗറ്റീവ് അടിക്കും. കാരണം നാട്ടിൽ ഒരുപാട് നെഗറ്റീവ് ഉണ്ട്. ഈ അങ്ങനെ പറയുമ്പോൾ അവർ പറയും എനിക്കറിയണം ഈ ബിസിനസിനെ കുറിച്ചിട്ടെന്ന് പറയും. അപ്പൊ എന്ത് ചെയ്യും, നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമിലോട്ടൊന്ന് പരിചയപ്പെടുത്തിയാൽ മതി. ഇപ്പൊ നിങ്ങളുടെ പിന്നെ ജിനു മേഡം നിങ്ങൾ ഇൻവൈറ്റ് ചെയ്തു. ജിനു മേഡം ഇതുപോലെ വന്നൊരാളായിരുന്നു. നിങ്ങളെ പറഞ്ഞ ഒരു ദിവസം വന്ന ആളാണ്. ഞാനും ഇതുപോലെ വന്ന ആളാണ്. ഈ പ്ലാറ്റ്ഫോം ഒന്ന് പരിചയപ്പെടുത്തിയാൽ മതി. നമ്മൾ പിന്നെ അവരെ പിന്നെ പറഞ്ഞു കൊടുക്കും കാര്യങ്ങൾ. ഒരു 5-6 മാസം കഴിയുമ്പോൾ സാറിന് തന്നെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. കാരണം കുറച്ച് കാര്യങ്ങൾ നമുക്ക് സാറിന് ഈ പ്ലാറ്റ്ഫോമിൽ പഠിക്കാൻ പറ്റും. എന്താണ് പ്രൊഡക്റ്റ്, എങ്ങനെയാണ്, എന്താണ് യൂസേജ് എന്നൊക്കെ അറിയാൻ പറ്റും. സിമ്പിൾ ആണ്. സാർ ഇപ്പോ പറയും. നമ്മൾ ചേർക്കുന്ന ആള് ഒരു സാധനം വാങ്ങുമ്പോഴാണോ നമുക്ക് കമ്മീഷൻ കിട്ടുന്നത്? എങ്ങനെയാണ്? അതെ സാർ, തീർച്ചയായിട്ടും. സാർ ഇപ്പോ പിന്നെ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അതിന്റെ പെർസെന്റേജ് സാറിന്റെ അക്കൗണ്ടിലേക്ക് വരും. അതുകൂടാതെ സാറിന്റെ കൂടെ അസോസിയേറ്റ് ആയതും ഇപ്പൊ സാറിന്റെ കൂടെ 2 പേര് അസോസിയേറ്റ് ആയി അറിയാം. അതിന്റെ കൂടെ താഴെ 2 പേര്, അതിന്റെ കൂടെ താഴെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അവർ ചിലപ്പോൾ പറഞ്ഞത് 100-200 ആൾക്കാർ അസോസിയേറ്റ് ആയിട്ടുണ്ടാവും. ഈ 200 ആൾക്കാർ വാങ്ങുന്നതിന്റെ പെർസെന്റേജ് സാറിന് വരും. സാറിന് ഇപ്പോൾ താഴത്തെ ആൾക്കാരൊന്നും അറിയില്ലായിരിക്കും. മനസ്സിലായില്ലേ? പിന്നെ ഒരു കാര്യം കൂടെ, ഇത് ഏതൊക്കെ കമ്പനികളുടെ പ്രോഡക്റ്റ് ആണ് നമ്മൾ വിൽക്കുന്നത്? നമുക്ക് അറിയാവുന്ന പ്രസിദ്ധമായ കമ്പനികളാണോ, അതെ ഇന്ന ഒരു കമ്പനിയുടെ മാത്രം സാധനങ്ങളാണോ? ഒറ്റ കമ്പനിയുടെ സാധനമാണ്. നമ്മുടെ പിന്നെ വെസ്റ്റേജ് മാർക്കറ്റ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ കമ്പനിയാണ്. സാർ സെല്ലിംഗ് അല്ല കേട്ടോ. സാർ ഇപ്പൊ സെല്ലിങ്ങിന് പോയി കഴിഞ്ഞാൽ ഇപ്പൊ സാർ സാധനം എടുത്തിട്ട് വിൽക്കാൻ പോകുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യും, സാറിന് ഇന്നത്തെ ലാഭമേ കിട്ടുള്ളൂ. വിറ്റ് കഴിഞ്ഞാൽ നാളെ സാർ എടുത്ത് വിൽക്കണം സാധനം, അപ്പൊ ലാഭം കിട്ടും. പക്ഷേ സാർ ഇപ്പൊ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, ഞാനിപ്പോ ദുബായിൽ ഇരുന്നു കൊണ്ട് സെല്ല് ചെയ്യുന്നില്ല. എനിക്ക് കുറച്ച് 4-5 കസ്റ്റമർ ഉണ്ട് എന്റെ വീടിന്റെ അടുത്ത്, എന്റെ ഫ്രണ്ട്സ്. അവർ മാത്രം തീരുന്ന സാധനങ്ങൾ എന്തെങ്കിലും ചോദിച്ചു വാങ്ങി കൊണ്ടുവന്നല്ല സെല്ലിങ്ങിന് പോകാറില്ല. ഓക്കെ, എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ സാധനങ്ങൾ നല്ല പേസ്റ്റ് ആണ് ഇവിടെ കിട്ടുന്നത്. ആ പേസ്റ്റ് നല്ല പേസ്റ്റ് അവർ തീരുമ്പോൾ ചോദിക്കുക, കസ്റ്റമേഴ്സ് ഉണ്ട്. അത്രേ ഉള്ളൂ, 3-4 അത് മാത്രമേ ഉള്ളൂ. സെല്ലിങ് ചെയ്യുന്നില്ല. കാരണം എന്റെ ബിസിനസ് മൊത്തം ദുബായിലാണ്. ഞാൻ നെറ്റ്വർക്ക് ആർക്കും ക്രിയേറ്റ് ചെയ്തത്. ഞാൻ 4 പേരിലൂടെ
5,200 നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഞാൻ ആളെ കണക്ട് ചെയ്യും. ഞാനും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ആൾക്കാരെ, പുതിയ ആൾക്കാരെ. അവർ ഇതിലുണ്ട്, ഞാൻ ഇൻവൈറ്റ് ചെയ്ത ആള്. ഇപ്പൊ ജീനു മേഡത്തിന് ഞാൻ ഒരു ദിവസം പണ്ടപ്പോൾ ഇൻവൈറ്റ് ചെയ്ത അവര് സീരിയസ് ആയിട്ട് വന്നിട്ട് അവരെ കുറെ ആൾക്കാർ ഇതിലുണ്ട്. ഇപ്പൊ രോഹിത് സാറ് പിന്നെ ജിനു മേഡം ഇൻവൈറ്റ് ചെയ്തിട്ട് വന്നതാണ്. കുറച്ച് കഴിയുമ്പോൾ പിന്നെ രോഹിത് സാറിന്റെ കുറെ ആൾക്കാർ ഇതിലുണ്ടാവും. ചിലപ്പോൾ സാറിന് പോലും അറിയത്തില്ല ആര് എന്നുള്ളത്. കുറച്ച് കഴിയുമ്പോൾ അങ്ങനെയാണ്. സാർ ഇപ്പൊ ഒരാഴ്ച ബിസിനസ് മാറി നിന്നാൽ പോലും നിങ്ങളുടെ ബിസിനസ് ഡൗൺ ആവത്തില്ല. കാരണം ഈ പ്ലാറ്റ്ഫോം ഡെയിലി റണ്ണിങ് ആണ്. ഇതുപോലത്തെ 5-6 ഒരുപാട് പ്ലാറ്റ്ഫോം റണ്ണിങ് ഉണ്ട്. അപ്പൊ അവർക്ക് ഈ പ്ലാറ്റ്ഫോം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടുത്ത പ്ലാറ്റ്ഫോമിൽ കേൾക്കാം. ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട്, മനസ്സിലായില്ലേ? എന്താ സാർ നമ്മുടെ ഐഡിയ ഉപയോഗിച്ച് വെസ്റ്റീജുമായിട്ട് വേറെ ആൾക്ക് സാധനം മേടിക്കാൻ പറ്റുമോ? ഒരാൾ ചോദിക്കാവോ? എന്തോ ലിപി മാഡം? അല്ല, നമുക്കിപ്പോ ഒരു ഐഡിയ ഉണ്ട്. നമ്മൾ ഈ സാധനമൊക്കെ പറഞ്ഞപ്പം അവർക്കത് വേണമെന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുക നമ്മുടെ അടുത്തുള്ള ആളല്ലാത്തത് കൊണ്ട് നമുക്ക് ഈ ഐഡി കൊടുത്തിട്ട് അവർക്ക് അടുത്തുള്ള ഷോപ്പിൽ പോയി ഇത് വാങ്ങാൻ പറ്റുമോ? അങ്ങനെ ഐഡി കൊടുത്തിട്ട്? പറ്റും. ലിബി മാഡത്തിന് ഒരു ഫ്രണ്ട് ഉണ്ട്. ലിബി മാഡം ഇരിക്കുന്നത് പിന്നെ തിരുവനന്തപുരം ആണെങ്കിൽ കാസർഗോഡ് ഒരു ഫ്രണ്ട് ഉണ്ടെന്ന് വെച്ചോ. ലിബി മാഡം അവർക്ക് ഐഡിയ ഒന്നും ബിസിനസ് ഒന്നും കാസർഗോഡ് അല്ല, ഒരു പിന്നെ ഇവിടെ എറണാകുളത്ത് വെച്ചോ. അപ്പോൾ അവർക്ക് പിന്നെ ഐഡിയ ഒന്നും വേണ്ട, ബിസിനസ്സിന് താല്പര്യമില്ല, പ്രൊഡക്റ്റ് വേണം. അപ്പൊ എന്ത് ചെയ്യുക? നിങ്ങളെ ID നമ്പർ കൊടുക്കുക, നിങ്ങൾ ആ ഷോപ്പിൽ പോയി വാങ്ങിക്കുമെന്ന് പറയാം. ഈ ID വെച്ച് അവർക്ക് പോയി വാങ്ങാം അല്ലേ? അതെ, ഈ ID എടുത്തിട്ട് ആർക്ക് വേണം വാങ്ങാം. അല്ല, അവർക്കൊരു ബിസിനസ്സിന് താല്പര്യം ഉണ്ടെങ്കിൽ അവർ പേരിൽ ഒരു ID എടുത്തോളൂ. അപ്പൊ അവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് വരും. അവർ പേരിൽ ID എടുക്കുകയാണെങ്കിൽ അവർ വാങ്ങുമ്പോൾ അതിന്റെ പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടും, പെർസെന്റേജ്. അല്ല, അവർക്ക് ഇതിലേക്ക് വരാൻ താല്പര്യമില്ല, പക്ഷെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഡക്റ്റ് വാങ്ങാമെന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഐഡിയ നല്ല കാര്യം, നല്ല കാര്യം. അതെ 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 അതെ. അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റും. ഞാനിപ്പോ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ ഇവിടെ MCA ചെയ്ത അക്ഷയ മാഡം, അവർക്ക് കുറെ കസ്റ്റമേഴ്സ് ഉണ്ട്. ഓക്കെ, അവർ തൃശ്ശൂരാണുള്ളത്. അപ്പൊ അവർക്ക് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൂടെ ആക്റ്റീവിനും പാസീവ് ഇൻകം. ആക്റ്റീവ് ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മൾ ആൾക്കാർ സെല്ല് ചെയ്യുമ്പോൾ കിട്ടുന്ന ആക്റ്റീവ് ഇൻകം, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ആക്റ്റീവ് ഇൻകം. ഞാൻ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് ശമ്പളം വരുന്നുണ്ട്, ആക്റ്റീവ് ഇൻകം ആണ്. ഞാൻ പിന്നെ ഒരു വലിയ ബിൽഡിംഗ് കെട്ടിയിട്ട് വാടക കൊടുക്കുന്നുണ്ട്, അതെന്റെ പാസീവ് ഇൻകം ആണ്. കാരണം കെട്ടിയിട്ട് കഴിഞ്ഞാൽ ഞാൻ ഇല്ലെങ്കിൽ ആ വരുമാനം വരും. അതുപോലെ തന്നെ ഈ ബിസിനസ് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മളില്ലെങ്കിൽ നമ്മുടെ വരുമാനം വരും. മനസ്സിലായില്ലേ? അതാണ് നമ്മുടെ ഒരു 2-3 വർഷം കഴിയുമ്പോൾ ഈ വരുമാനം വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിനെ പാസീവ് ഇൻകം എന്ന് പറയാം. ഈ അക്ഷയ മാഡത്തിന് ആക്റ്റീവ് ഇൻകം, പാസീവ് ഇൻകം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവര് ആക്റ്റീവ് ഇൻകത്തിന് വേണ്ടിയിട്ട് അവർക്ക് കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട്. അവർ തൃശ്ശൂരാണെങ്കിലും പാലക്കാടും അവിടെയൊക്കെ ആയിട്ട് കുറച്ച് കസ്റ്റമർ ഉണ്ട്. അവരെന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പോസ്റ്റൽ ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ പാലക്കാട് ഷോപ്പ് ഉണ്ട്, DLCP. അവിടെ വിളിച്ചു പറയും, എനിക്ക് ഇന്നൊരു കസ്റ്റമർ ഉണ്ട്, ഈ കസ്റ്റമർക്ക് സാധനം എത്തിക്കണം എന്ന് പറയും. അപ്പൊ അവരെ അഡ്രസ്സിലോട്ട് എത്തിച്ചു കൊടുക്കും, സാധനങ്ങൾ വീട്ടിലെത്തിച്ചു കൊടുക്കും. അപ്പൊ അതിന് നമ്പർക്ക് തരാം കേട്ടോ. അപ്പൊ അവർ ചിലവർ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ അവരെ ഒരു ഫ്രണ്ട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എന്താ ചെയ്യാം? അപ്പൊ ഈ ഷോപ്പിൽ വിളിച്ചു വരും, അവർ പൈസ അടിച്ചു കൊടുക്കും. അപ്പോൾ അവർ സെല്ലിംഗ് പ്രൈസിന് കൊടുക്കാൻ പറ്റും, നല്ല പെർസെന്റേജിന്. അങ്ങനെ ചെയ്യുന്നവരുണ്ട് ആക്റ്റീവ് ഇൻകത്തിന് വേണ്ടിയിട്ട്. നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ ബിസിനസ് വരുമാനം വരുത്താൻ വേണ്ടിയിട്ട്. അതായത് സീറോ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ. പിന്നെ നല്ല സപ്പോർട്ടീവ് ലീഡേഴ്സ് ഉണ്ട്, സപ്പോർട്ടീവ് ആയിട്ടുള്ള ലീഡേഴ്സ്. ഓക്കെ, കാരണം നമ്മുടെ ശരിക്കും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഇത് കണക്ട് ആവുന്നുള്ളൂ. കാരണം നല്ല മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണം, എനിക്ക് ഒരുപാട് പിന്നെ ഒരുപാട് കാശ് നേടാൻ പറ്റണം, നല്ല പോസിറ്റീവ് ആൾക്കാർ മാത്രമേ ഇതിന് വരുന്നത്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വളരെ സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ള 100% സപ്പോർട്ട് നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. ക്ലിയർ ആണോ എന്ന് ചോദിച്ചോളൂ. ഈ വെസ്റ്റീജിന്റെ പ്രോഡക്ട്സ് മാത്രമാണോ നമ്മൾ വിൽക്കുന്നത്? അതെ, പല പല കമ്പനിയുടെ പ്രോഡക്റ്റ് വെസ്റ്റീജ് എടുത്ത് നമുക്ക് തരുവാണ് ചെയ്യുന്നത്. ഇപ്പം സാറ് ഇപ്പം ഈ പേസ്റ്റിന്റെ കാര്യം പറഞ്ഞു, അതിലിപ്പോ കോൾഗേറ്റ്, ക്ലോസപ്പ് അങ്ങനെയുള്ള കമ്പനികളുണ്ടോ? ഇല്ല, വെസ്റ്റീജിന്റെ തന്നെ പ്രോഡക്ട്സ് ആണോ? വെസ്റ്റീജിന്റെ മാത്രമാണ്. ഡയറക്ട് സെല്ലിങ്ങിന്റെ റൂൾസ് പ്രകാരം, പുതിയൊരു നിയമപ്രകാരം സ്വന്തം കമ്പനിയുടെ പ്രൊഡക്റ്റ് മാത്രമേ വിൽക്കാൻ പാടുള്ളൂ. സ്വന്തം കമ്പനിയുടെ പ്രൊഡക്റ്റ് അല്ലാതെ മറ്റുള്ള കമ്പനിയുടെ പ്രൊഡക്റ്റ് എടുത്ത് വിൽക്കുന്ന ഒരുപാട് കമ്പനികളുണ്ട്. അത് നോട്ടിഫൈഡ് ആണ്, അത് ഇല്ലീഗലായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. കാരണം ഈ അവര് പിന്നെ ഹൈ പ്രൈസിന് അവർക്ക് വിൽക്കാൻ പറ്റുള്ളൂ. ഇവിടെ ആണെങ്കിൽ പിന്നെ നമുക്ക് 3 തരത്തിലുള്ള പേസ്റ്റ് ഉണ്ട്. അത് 3 കമ്പനി തന്നെ പ്രൊഡക്റ്റ് ചെയ്യുന്നതാണ്. ഇവിടെ നമ്മുടെ ഹിമാചൽ പ്രദേശിലാണ് ഫാക്ടറി ഉള്ളത്. കമ്പനിക്ക് സ്വന്തം ഫാക്ടറി ഉണ്ട്, മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഉണ്ട്. അവിടെ പിന്നെ ഓരോ പ്രൊഡക്റ്റ് പിന്നെ ടെസ്റ്റ് ചെയ്തിട്ട് പാസ്സായതിനു ശേഷം മാത്രമേ നമ്മളെ കമ്പനിയിലോട്ട് പിന്നെ പിന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് അത്രയും ഗ്യാരണ്ടീഡ് പ്രൊഡക്റ്റ് ആണ്. കാരണം ഒരു പ്രൊഡക്റ്റ് അങ്ങനെ ഫെയിൽ ആയി കഴിഞ്ഞാൽ കമ്പനി 20 വർഷം നിൽക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ അത്രയ്ക്ക് അവിടെ എക്സ്പെരിമെന്റ് ചെയ്ത് 100% ബാക്കി പ്രൊഡക്റ്റ് കൊടുക്കുള്ളൂ. അതുമല്ല മനുഷ്യന് ഹാനികരമായ കെമിക്കൽ പ്രൊഡക്റ്റ് ഒന്നുമില്ല. ഞാൻ ഉദാഹരണം പറയാം. നമ്മുടെ ഡിഷ് വാഷ്
ഡിഷ് വാഷിൽ നമ്മൾ സാധാരണ ചെറിയ ഓഫറിൽ നാട്ടിൽ കിട്ടുന്നുണ്ട്. അത് ഒരെണ്ണം വാങ്ങിയിട്ട് പാത്രം കഴുകിയിട്ട് ഒന്ന് വെയിലത്ത് വെച്ച് നോക്കിയ പാത്രം വെള്ള കളർ കാണും. അത് പ്രോസ്പെക്റ്റ് എന്നുള്ളത് ഒരു കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. കാരണം അത് കുടൽ ക്യാൻസറിന് കാരണമാവും. സാർ ഭാസ്കരൻ സാർ ഒന്ന് മ്യൂട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ. പിന്നെ അപ്പൊ അടങ്ങിയിട്ടുണ്ട്. സാധാരണ നമ്മുടെ ഇത് വെസ്റ്റേജിന്റെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരെണ്ണം ഉപയോഗിച്ച് എടുത്തു കഴിഞ്ഞാൽ കുറെ മാസത്തേക്ക് ഓടും, ഉപയോഗിക്കാൻ പറ്റും. അതിൽ നിങ്ങൾ വെയിലത്ത് വെച്ച് നോക്കി ഉപയോഗിച്ചിട്ട് വരത്തില്ല, പ്രോസ്പെക്ട് കണ്ടന്റ് അടങ്ങിയിട്ടുണ്ടാവില്ല. പിന്നെ ഒരുപാട് ആൾക്കാർക്ക് കയ്യിൽ അലർജി വരുന്നുണ്ട്, ഒരുപാട് മെഡിസിൻ എടുത്ത് മാറുന്നില്ല എന്ന്. അപ്പൊ നമ്മൾ പറഞ്ഞ് നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ അലക്കുന്ന പൗഡർ ഉണ്ടല്ലോ മറ്റുള്ള കമ്പനി ഉപയോഗിച്ചിട്ട്, കമ്പനി പേരെന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാതെ ഇത് ഉപയോഗിക്കുക. ഡിഷ് വാഷ് പാത്രങ്ങളിൽ ഇത് ഉപയോഗിക്കുക. അപ്പോൾ ഞാൻ ഇത്ര മരുന്ന് കഴിച്ചിട്ട് ഒന്നും ആയിട്ടില്ല, നിങ്ങൾ എന്താ പറയുന്നതായിരിക്കും. പക്ഷെ ഇത് രണ്ടും മാറ്റിയപ്പോൾ അവർക്ക് ഓക്കെ. മറ്റുള്ള വാഷിംഗ് പൗഡർ ഉപയോഗിക്കുന്ന കാരം ഉണ്ടല്ലോ, കാരം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, സ്ട്രോങ് ആണ്, വെരി സ്ട്രോങ് ആണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് ഉപയോഗിച്ച് മാറി, ഒരു മെഡിസിൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അത്രയ്ക്കും നമുക്ക് ജെന്യൂനായിട്ട് പ്രൊഡക്റ്റ് ആണ്. കമ്പനിയുടെ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ വാട്ടർ പ്യൂരിഫയർ ഉണ്ട്, ഷാർപ്പിന്റെ ആണ്. അത് കമ്പനി അതിന്റെ പാറ്റന്റ് എടുത്തിട്ടുണ്ട്. ആ മോഡൽ കമ്പനിക്ക് മാത്രം വെക്കാൻ വേണ്ടിയിട്ട് ഷാർപ്പിന്റെ. ബാക്കിയെല്ലാം കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണ് ഉള്ളത്. അത് പാറ്റന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് എടുത്തിട്ടുണ്ട്. ക്ലിയർ ആണോ സാറേ? രോഗി സാറിന് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. പിന്നെ കമ്മീഷൻ പെർസെന്റേജ് എന്ന് പറയാമോ? കമ്മീഷൻ വെച്ചാൽ നമുക്ക് ഈ ബിസിനസ്സിൽ ഇൻകം പ്ലാൻ ഉണ്ട്. നമ്മൾ എല്ലാ സൺഡേയും ഇൻകം പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ അറിയാൻ പറ്റും. അതായത് 10 to 25% വരെ നമുക്ക് ഇതിൽ പ്രോഫിറ്റ് വരുന്നുണ്ട്. ഇവിടെ 63 ദിർഹംസിന് 66 ദിർഹംസിന് റൂപ്പീസിനുള്ള പിന്നെ പേസ്റ്റ് നമുക്ക് സെല്ലിംഗ് പ്രൈസ് 85 90 സംതിങ് ആണ്. നല്ല പ്രോഫിറ്റ് ഇവിടെ മാർജിൻ വരുന്നുണ്ട്. പിന്നെ സോപ്പിലായിക്കോട്ടെ, സോപ്പിൽ മാർജിൻ എല്ലാം നല്ല മാർജിനാണ് അങ്ങനെ ചെയ്യുന്നവർക്ക്. ഇതിൽ തന്നെ പിന്നെ കുടുംബം ജീവിച്ചു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ ഇതിൽ തന്നെ വലിയ ഹൈഫൈ ജീവിതം, കോടിക്കണക്കിന് വരുമാനം വാങ്ങുന്ന ആൾക്കാരുണ്ട്. ഓക്കെ. നമ്മുടെ ഇതിൽ തന്നെ ഒരു വീട്ടമ്മ ഉണ്ട്, എന്റെ റീസെന്റ് പിന്നെ നമ്മുടെ കൂടെ തന്നെ ജോയിൻ ആയ പിന്നെ ഭീമ മാഡം. അവര് 78-80,000 രൂപീസ് മാസത്തേക്ക് എടുക്കുന്നുണ്ട് വരുമാനം. അതായത് അവരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നുണ്ട്. സാധാരണ ഇതുപോലുള്ള ബിസിനസ് മറ്റുള്ളവരെ വിയർപ്പെടുത്ത് പിന്നെ കാശുണ്ടാക്കാണ് ചെയ്യുന്ന ആൾക്കാർ. അതായത് കുറച്ച് ആൾക്കാർ ചേർക്കുക, കുറച്ച് പൈസ ഇടുക, അപ്പൊ മുകളിലൊരു കാശ് കിട്ടി. ഇവിടെ അങ്ങനെയല്ല. നമ്മുടെ താഴെ നടക്കുന്ന ജെന്യൂൻ ആയിട്ടുള്ള ബിസിനസ് എത്രയാണ് അതിനനുസരിച്ചായിരിക്കും നമുക്ക് വരുമാനം വരിക. സാറിന്റെ കൂടെ ചിലപ്പോൾ 1-2 വർഷം കഴിയുമ്പോൾ, 2-3 വർഷം കഴിയുമ്പോൾ ഒരുപാട് ആൾ അസോസിയേറ്റഡ് ഉണ്ടാവും. അവിടെയൊക്കെ നടക്കുന്ന ബിസിനസ്സാണ് സാറിന് വരുന്നത്. ഇപ്പൊ എനിക്ക് 5-6 പിന്നെ ആൾക്കാരിലൂടെ വരുന്ന ബിസിനസ്സാണ് ഇതെങ്കിൽ എന്റെ 6 ഔട്ട്ലെറ്റിലൂടെ വന്ന ബിസിനസ്സാണ്. എവിടെ വേണം ബിസിനസ് ചെയ്യാൻ പറ്റിയ ബിസിനസ്. അതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ സാറേ? ഓക്കെ. അപ്പൊ 2-3 മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാം. അപ്പൊ ക്ലാരിറ്റി കിട്ടും. പിന്നെ എന്നെ കോൺടാക്ട് ചെയ്യാം. അശ്വിനി ഉണ്ട്, അശ്വിനി നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യും. പിന്നെ നാട്ടിൽ സാറിന് ഇപ്പൊ പിന്നെ ഫിസിക്കലായിട്ട് ഇതുപോലത്തെ പ്രസന്റേഷൻ അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഞാൻ അതിനുള്ള ഇത് അറേഞ്ച് ചെയ്ത് തരാം. എല്ലാ ഇതിലും വീക്കിലി നടക്കുന്നുണ്ട്, അത് അറേഞ്ച് ചെയ്ത് തരാം കേട്ടോ. ജിനു മേഡത്തിന് കോൺടാക്ട് ചെയ്ത് ജിനു മേഡം എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും കറക്റ്റ് ആയിട്ട്. ഓക്കെ. സിമ്പിൾ ആയിട്ട് ഐ ഡി എടുക്കാം. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, പേര്, ഇമെയിൽ ഐ ഡി, പിന്നെ പോസ്റ്റൽ പിൻകോഡ്, ഫോൺ നമ്പർ കൊടുക്കുകയാണെങ്കിൽ ഒരു ഐ ഡി എടുത്ത് തരും. അതോടുകൂടി നമുക്ക് അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും. ഇതിൽ എത്ര ആൾക്കാർ കാർ ഫണ്ട് വാങ്ങുന്നുണ്ട്, എത്ര പേര് ഹൗസ് ഫണ്ട് വാങ്ങുന്നുണ്ട്, ഒക്കെ അപ്ലിക്കേഷനിൽ കാണാൻ പറ്റും കേട്ടോ. അപ്ലിക്കേഷൻ്റെ ഏറ്റവും താഴെ പോയി കഴിഞ്ഞാൽ എല്ലാം കാണാൻ പറ്റും, പ്രൊഡക്റ്റുകൾ കാണാൻ പറ്റും, എല്ലാം 100%. അതിന്റെ അതിൽ തന്നെ നമുക്ക് കിട്ടുന്ന DP നമുക്ക് എത്ര പൈസയ്ക്കാണ് കിട്ടുന്നത്, സെല് ചെയ്യുന്നവർക്ക് എത്ര സെല് ചെയ്യാൻ പറ്റും, അതൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ. അതിൽ പിന്നെ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ പ്രൊഡക്റ്റ് തന്നെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ റീഫണ്ട് പോളിസി ഉണ്ട്. കമ്പനിയുടെ പോളിസിയാണ്. ഡയറക്റ്റ് സെല്ലിംഗിൽ ജെന്യൂൻ കമ്പനിക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അവരുടെ സ്വന്തം പ്രൊഡക്റ്റ് ആയിരിക്കും, അത്ര ഗ്യാരണ്ടിയോടെ അവർക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ. നെക്സ്റ്റ് ആരെങ്കിലും ട്രിവാൻഡ്രത്തെ സ്റ്റാച്യൂവിൽ എന്തോ ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അതെവിടെയാണ്? സ്റ്റാച്യൂല് എന്നറിയാം. സ്റ്റാച്യു ആണ്, തിരുവനന്തപുരം സ്റ്റാച്യു ആണ്. എനിക്ക് ഞാൻ അതിന്റെ പിന്നെ ഐഡിയ എടുത്തിട്ടാകുമ്പോ പിന്നെ നമ്മുടെ ജിനു മേഡം നിങ്ങൾക്ക് അഡ്രസ് തരും കേട്ടോ. നിങ്ങൾ വേറൊരു കാര്യമുണ്ടേ, നമ്മുടെ ഈ ഐഡി എടുത്തിട്ട് അപ്ലിക്കേഷൻ ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ എല്ലായിടത്തും ഷോപ്പിന്റെ നമ്പർ അതിൽ കിട്ടും. ഇപ്പൊ മലപ്പുറത്ത് നോക്കുകയാണെങ്കിൽ 12 ഷോപ്പ് ഉണ്ട്. ഈ മലപ്പുറത്ത് അടിക്കുമ്പോൾ നമുക്ക് എല്ലാ 12 ഷോപ്പിന്റെ അഡ്രസ്, ലൊക്കേഷൻ, ഫോൺ നമ്പർ എല്ലാം കിട്ടും. ഇപ്പൊ തിരുവനന്തപുരം അടിക്കുമ്പോൾ തിരുവനന്തപുരം സ്റ്റാച്യു, അതിന്റെ ലൊക്കേഷൻ, അഡ്രസ് എല്ലാം കിട്ടും അവിടെ കേട്ടോ. നമ്മൾ ഗൂഗിളിൽ കയറി തപ്പിയാൽ കിട്ടുമോ? ഗൂഗിളിൽ കയറി നിങ്ങളുടെ കമ്പനിയുടെ വെബ്സൈറ്റ് അടിച്ച് നോക്കിയാൽ കിട്ടുമോ? കിട്ടും, തീർച്ചയായിട്ടും കിട്ടും.
എന്താണ് അടിക്കാനുള്ളത്? വെസ്റ്റേജ്. വെസ്റ്റേജ് മാർക്കറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഓക്കെ 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 ഓക്കെ. അത് സാറേ ജിനുമയുടെ വെസ്റ്റേജ് എന്ന് പറഞ്ഞോണ്ടൊരു കമ്പനി ഉണ്ട് സാറേ. വെസ്റ്റേജ് അല്ല, നമ്മുടെ വെസ്റ്റീജ. വെസ്റ്റീജ്. ആ ലിങ്ക് ജിനുമയുടെ അയച്ചു കേട്ടോ, ലിങ്ക് അയച്ചു ജിനുമയുടെ. അതിന്റെ അയച്ചു തരും നമ്മൾ. വെബ്സൈറ്റിന്റെ ലിങ്ക് ഓക്കെ അയച്ചു, ഓക്കെ ഓക്കെ വെബ്സൈറ്റ് ഓക്കെ ലിങ്ക്, യൂട്യൂബ് ലിങ്ക്, പിന്നെ എല്ലാം അയച്ചുതരാം. വേണമെങ്കിൽ പ്രസന്റേഷൻ ഒരു ലിങ്ക് കൂടി അയച്ചുതരാം. ഇപ്പൊ ഇന്ന് സീന മേഡം പ്രസന്റേഷൻ എടുത്തു. നമ്മൾ ഓക്കെ ഓരോ ദിവസം ഓരോ പ്രസന്റേഷൻ എടുക്കുന്നത്, 2-3 പ്രസന്റേഷൻ ലിങ്ക് കൂടി അയച്ചുതരാം കേട്ടോ. ഓക്കെ ഓക്കെ. ഇപ്പൊ നമ്മൾ ആരോടും പെട്ടെന്ന് ഐഡിയ എടുക്കുക, പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക ഒന്നും പറയില്ല നമ്മൾ. കാരണം നിങ്ങൾ ജെന്യൂൻ ആയിട്ട് ഇവിടെ ബിസിനസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് നിങ്ങൾക്ക്, കാരണം റിയൽ ആയിട്ടുള്ള ബിസിനസ് ആണ്. അതുകൊണ്ട് മല്ലേ എല്ലാം ചെയ്യാൻ പറയുള്ളൂ. ഐഡിയ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ആപ്ലിക്കേഷൻ എല്ലാം കാണാൻ പറ്റും. ഐഡിയ എടുക്കാൻ ഫ്രീ ആണ്, ഒരു രൂപ സ്പെൻഡ് ചെയ്യേണ്ട. അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് ഐഡിയ എടുത്ത എല്ലാ കാര്യങ്ങളും അത് അറിയാൻ പറ്റും. ജിനുമയുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ലിങ്ക് അയച്ചു കൊടുക്കണേ. പിന്നെ ഐഡിയ എടുക്കേണ്ട ഡീറ്റെയിൽ ഒക്കെ ഒന്ന് സാറിന് അയച്ചു കൊടുത്താൽ മതി. ഓക്കെ. പിന്നെ ഓക്കെ ഓക്കെ. നെറ്റ് ഇഷ്യൂ ഒന്നും. ഓക്കെ. വേറെ ആർക്കും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? റിയൽമി ആരാ? റിയൽമി മൊബൈൽ സാറ് സുബൈദിയാണ് സാർ. ഇതിന്റെ അല്ലാതെ അയച്ചു തരുന്നല്ലേ പറഞ്ഞ, അപ്പൊ ആ ഡീറ്റെയിൽ അയച്ചൊന്നും കൂടി കാണാം. യൂട്യൂബ് ലിങ്കും എല്ലാ ലിങ്കും അയച്ചു തരാന്ന് പറഞ്ഞല്ലോ. തീർച്ചയായിട്ടും അയച്ചുതരാം. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിട്ട് ഇതാക്കാം. അതെ, കാരണം നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ അതിനെ കുറിച്ച് എല്ലാം നമുക്ക് പഠിക്കാനുള്ള അവസരമുണ്ട്. എല്ലാ ദിവസവും ഉണ്ട് പ്രസന്റേഷൻ. 2-3 പ്രാവശ്യം അറ്റൻഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ക്ലാരിറ്റിയും കിട്ടും. പിന്നെ പ്രത്യേകം പിന്നെ സുബൈദ മേഡം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ ആരോടും പോയിട്ട് പറയരുത്. കാരണം നാട്ടിൽ നല്ല ബിസിനസ് ഉണ്ട്, മോശം ബിസിനസ് ഉണ്ട് അല്ലെ. നാട്ടിൽ ഒരുപാട് ആൾക്കാർ, നമുക്ക് നല്ല ആൾക്കാരുണ്ട്. അതിൽ ഒരാൾ മോശമായി കഴിഞ്ഞാൽ അപ്പൊ എന്താ പറയാ, ആ നാട്ടുകാർ മോശം എന്നാ പറയാ. ഒരാൾ പറഞ്ഞാൽ ആ നാട്ടുകാർ പറയാം. അതുപോലെ ബിസിനസ്സും അതെ, കുറെ ബിസിനസ് ഉണ്ടാവും. പക്ഷെ ഇത് ജെന്യൂൻ ആയിട്ടുള്ള ബിസിനസ് ആണ്. നിങ്ങൾക്ക് കംഫർട്ട് ആയിട്ട് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും കേട്ടോ. നിങ്ങൾ വർക്ക് ചെയ്യണ്ട, വർക്ക് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും പാർട്ട് ടൈം ആയിട്ട് ചെയ്യാം. കാരണം നമ്മൾക്കറിയാലോ, നമുക്ക് ഇതൊരു ഒരു കോൺഫിഡൻസ് ആണ്. നമ്മൾ ഓക്കെ, ഇൻ കേസ് ജോബിൽ എന്ത് സംഭവിച്ചാൽ, അല്ലെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് പറ്റില്ല, വർക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇതുണ്ടല്ലോ എന്നൊരു സമാധാനം ഉണ്ടാവും. മനസ്സിലായി? അത് കണ്ടിന്യൂസ് ഒക്കെ ചെയ്യാം. ഞാൻ സപ്പോർട്ട് ചെയ്യും. എന്റെ വൈഫ് ഉണ്ട് അശ്വിനി, ഇവിടെ അശ്വിനിന്റെ വൈഫാണ്. അവളും കൂടി നിങ്ങളെ സപ്പോർട്ട് ചെയ്യും കേട്ടോ. പേരെന്താ പറഞ്ഞേ? എന്റെ പേര് സുരേഷ്. അതെ അതെ അതെ. അപ്പൊ ആ ലിങ്കുകളൊക്കെ ഒന്ന് അയച്ചോളാം. കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് പഠിക്കണല്ലോ, അറിയണല്ലോ, ഇതിനെ കുറിച്ച് കൂടുതൽ അറിയണല്ലോ. തീർച്ചയായിട്ടും. നിങ്ങള് പിന്നെ നാട്ടിലെവിടെയായിരുന്നു? നാട്ടിലെ ഞാൻ കൊടകര എന്ന് പറയും, തൃശ്ശൂര്. തൃശ്ശൂര് 2 ഔട്ട്ലെറ്റ് ഉണ്ട്. 2 ലക്ഷനി എവിടെയൊക്കെയാ? തൃശ്ശൂർ 2 ഉണ്ടെന്ന് തോന്നുന്നു. തരാം, അതൊക്കെ അയച്ചു തരാം. ഡിലീറ്റ് ചെയ്ത് തരാം കേട്ടോ. ആക്ച്വലി ജിനു തോമസ് റേഞ്ചില്ല. ഇവിടെ ജിനു തോമസ് തൃശ്ശൂരാണ്. നിങ്ങൾ റേഞ്ച് കുറവാണ് ജിനു മേഡം, കേൾക്കണില്ല. ഓക്കെ. ഹലോ, ഇപ്പൊ കേൾക്കാം. അവർക്ക് നെക്സ്റ്റ് സ്റ്റോപ്പ് വരുന്ന ചാലക്കുടിയിൽ ഷോപ്പ് വരുന്നുണ്ടെന്ന് പറഞ്ഞതാ. ചാലക്കുടിയാ? ഒന്നേ ഉള്ളൂ. ചാലക്കുടി അറിയത്തില്ല, അറിയില്ല. ഞാൻ ഇരിക്കുന്നത് തമിഴ്നാടാണ്. ഞാൻ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്ന ആളാണ്. ഓക്കെ. ചാലക്കുടി ഇവര് ആക്ച്വലി ജിനു മേഡത്തിന്റെ വീട് ചാലക്കുടിയാണ്. അവരമ്മ അവിടെ നിന്ന് പോയിട്ട് വാങ്ങുന്നുണ്ട്, ചാലക്കുടി ഷോപ്പിൽ പോയി വാങ്ങുന്നുണ്ട്, പുഷ്പേച്ചി. അപ്പോ ഇവരാണ് കല്യാണം കഴിഞ്ഞ് പോയത് തമിഴ്നാട്ടിലോട്ടാണ്. ഹസ്ബൻഡ് അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. അപ്പോ ഷോപ്പിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അയച്ചുതരാം. പിന്നെ ഞാൻ അശ്വിനെ അയച്ചുതരാം. ഓക്കെ. നമുക്ക് പിന്നെ ഓൺലൈനായിട്ട് വാങ്ങാം. അവര് പിന്നെ തമിഴ്നാട്ടിൽ ഓൺലൈനായിട്ടാണ് വാങ്ങുന്നത്. ഓൺലൈനായിട്ട് വാങ്ങി അവര് പിന്നെ കൊറിയറിൽ നമുക്ക് വരും. അല്ലാതെ നമുക്ക് പോസ്റ്റലിൽ വേണമെങ്കിൽ ഓപ്ഷൻ ഉണ്ട്, പോസ്റ്റലിൽ എത്തിച്ചാണ് ഓപ്ഷൻ ഉണ്ട്, അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ. അപ്പൊ തീർച്ചയായിട്ടും ഇതിനെ വളരെ സീരിയസ് ആയിട്ട് എടുക്കുക ബിസിനസിനെ. നമുക്ക് പിന്നെ എല്ലാ ദിവസവും പ്രസന്റേഷൻ ഉണ്ട്. ഇത് വളരെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഈ ബിസിനസിനെ കുറിച്ചിട്ട് ഇത്ര മാത്രമേ ഉള്ളൂ സംശയം ഉണ്ടാവും. ഇതിനേക്കാളും കൂടുതൽ പറയാൻ പറ്റും. നമുക്ക് എല്ലാ ദിവസവും 5:45 മുതൽ രാവിലെ 6 മണി വരെ മെഡിറ്റേഷൻ ഉണ്ട്. അത് വേണ്ടുന്നവർക്ക് മാത്രം അറ്റൻഡ് ചെയ്യാം. മെഡിറ്റേഷൻ ആണ്. ഓക്കെ. അത് കഴിഞ്ഞാൽ 6 മണി മുതൽ 7 മണി വരെ പിന്നെ ബിസിനസിനെ കുറിച്ചുള്ള സെഷൻ ഉണ്ട്. വീഡിയോ ഒന്നും ഓണാക്കണ്ട, ജസ്റ്റ് കേട്ടോണ്ടിരിക്കാം. നമ്മുടെ കിച്ചണിൽ വർക്ക് ചെയ്തുകൊണ്ട് ചെവിയിൽ ഹെഡ്സെറ്റ് വെച്ചിട്ട് കേൾക്കാവുന്നതാണ് കേട്ടോ. അത് നമ്മൾ കേരള ലെവലാണ്.
200 ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ 150 ആയിരിക്കും, ചിലപ്പോൾ 100 ആയിരിക്കും, അങ്ങനെ കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും ഉണ്ട്. അതിന്റെ ലിങ്കൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും. അല്ലാതെ നമുക്ക് പ്രൊഡക്റ്റ് സെഷൻ ഉണ്ട് എല്ലാ തിങ്കളാഴ്ചയും. ഓരോ പ്രൊഡക്റ്റ് ഹെൽത്ത് സെഷൻ കേട്ടോ, പ്രൊഡക്റ്റ് സെഷൻ എന്നേ പറയാൻ പറ്റില്ല, ഹെൽത്തിനെ കുറിച്ച് തന്നെ പറയുന്ന സെഷനാണ്. ഒരുപാട് ആൾക്കാർ ഹെൽത്ത് കെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് അതിൽ 10-200 രൂപ ഉണ്ടാവാറുണ്ട്. അങ്ങനെ നമുക്ക് ഓരോ സ്ഥലത്തിലെ, പക്ഷെ ഇവിടെ ഒന്നും നിർബന്ധമില്ല കേട്ടോ. നമ്മൾ നിർബന്ധ പർച്ചേസിംഗ് ഇല്ല, നിർബന്ധ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനില്ല, നിർബന്ധം ഒന്നുമില്ല. നിങ്ങളുടെ ബിസിനസ് നമ്മൾ മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ട് നിങ്ങൾ ബിസിനസ് ചെയ്യാം. നമ്മളെ സപ്പോർട്ട് എടുത്തുകൊണ്ട് നിങ്ങൾ ബിസിനസ് ചെയ്യുക, അത്രയാണ്. പക്ഷെ നമ്മൾ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് കൂടെ തന്നെ ഉണ്ടാവും. കാരണം നമ്മളെ കൂടെ ഒരാൾക്ക് വരുമാനം എത്തിക്കാൻ വേണ്ടി നമ്മൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ അവർ നമ്മളെ കൂടെ നിൽക്കുകയുള്ളൂ. അവരെ കൂടെ നിന്നിട്ട് അവർക്കൊരു ടീം ഉണ്ടാകുമ്പോൾ മാത്രമേ അവർക്ക് വരുമാനം വരുള്ളൂ. അതിനുവേണ്ടി നമ്മൾ വർക്ക് ചെയ്യുന്നത്. കൂടെ ഇപ്പൊ സീന മാഡം സംസാരിച്ച MC ചെയ്ത അക്ഷയ മാഡം, അവർക്ക് കുറെ എവിടെയോ കുറെ താഴെ ജോയിൻ ആയതാണ്. അവരൊക്കെ നമ്മൾ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം എല്ലാവർക്കും ടീം സപ്പോർട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ? അശ്വിൻ എന്തെങ്കിലും ഉണ്ടോ സംസാരിക്കാൻ? ഇല്ല. നിങ്ങൾക്ക് ഇനി ഹെൽത്ത് പ്രോഡക്ട്സ് എന്ന് പറയുമ്പോ അതിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഉണ്ടോ? മുമ്പ് ഇതുപോലത്തെ വേറെ കമ്പനികൾ എന്തെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹെൽത്ത് പ്രോഡക്ട്സ് ഒക്കെ കൊടുക്കുന്നുള്ള? പറഞ്ഞോളൂ. അങ്ങനെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ. ഇതിൽ നമ്മൾക്ക് ക്രിയേറ്റഡ് വീഡിയോസ് ഒന്നുമില്ല. ചില ആൾക്കാർ പറയും നമ്മുടെ ടീമില് പ്രോഡക്റ്റിന്റെ ഇതിലൊക്കെ നമ്മൾ റിയൽ എക്സ്പീരിയൻസ് നിങ്ങളെ പോലെ വന്നിട്ട് ആൾക്കാർ ബിസിനസ്സിൽ ജോയിൻ ചെയ്തിട്ട് പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് അതിന്റെ റിയൽ എക്സ്പീരിയൻസ് നമ്മുടെ ടീമിൽ ഷെയർ ചെയ്യും, പ്രോഡക്റ്റ് ഗ്രൂപ്പിൽ. അപ്പൊ ചില ആൾക്കാർ പറയോ ഇതൊക്കെ നിങ്ങൾ ക്യാഷ് കൊടുത്തിട്ട് ചെയ്യിപ്പിക്കുകയാണോ? ഓക്കെ, ഒരിക്കലും അല്ല. എല്ലാവരും അവരവരെ എക്സ്പീരിയൻസിലാണ് ഈ ബിസിനസ്സിൽ നിൽക്കുന്നത്. മെയിൻലി നമ്മളിത് ഹെൽത്ത് പ്രോഡക്ട്സ് ആണ്. 7-8 വർഷമൊക്കെ കമ്പനി റിസർച്ച് ചെയ്തിട്ടാണ് ഓരോ പ്രോഡക്റ്റുകൾ ഇറക്കുന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് കമ്പനി ഇത്രയും ഒരു സക്സസ്ഫുൾ ആയിട്ട് 21 വർഷമായിട്ട് ഈ കമ്പനി ഓരോ വർഷവും പുതിയ പുതിയ കൺട്രീസിലേക്ക് ഇങ്ങനെ ലോഞ്ച് ആയിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പം ഇന്ത്യയുടെ കമ്പനി ആയതുകൊണ്ടാണ്, നമ്മൾക്ക് ഓൺ പ്രോഡക്ട്സ് ആയതുകൊണ്ടാണ് പ്രൈസ് കുറവ്, റേറ്റ് കമ്പയറിംഗ് ടു നിങ്ങൾ ഇതേ പ്രോഡക്ട്സുകൾ വേറെ കമ്പനിന്റെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ക്യാഷ് കൂടുതലുണ്ടാവും. നമുക്കിത് ഇന്ത്യന്റെ കമ്പനി ആയതുകൊണ്ടാണ് ക്യാഷ് കുറവിന് കിട്ടുന്നുള്ളത്. പിന്നെ നമ്മളെ ടീമിന്റെ സ്പെഷ്യൽ ഇതാണ്, ഞങ്ങൾ ആർക്കും കമ്പൽസറി പർച്ചേസ് ചെയ്യാറില്ല. ആസ് പെർ കമ്പനി എങ്ങനെയാണോ നമ്മൾക്ക് ഫ്രീ ID ക്രിയേഷൻ, അതുപോലെ തന്നെ നിങ്ങൾ 1, 2, 3, 4 പ്രോഡക്റ്റ് നിങ്ങളെ ഇഷ്ടത്തിന്റെ, നിങ്ങൾ പുറമേ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നത് ഇവിടുന്ന് വാങ്ങിയിട്ട് നോക്കിയിട്ട് അതിന്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്താൽ, നിങ്ങൾക്ക് ബെറ്റർ എന്ന് തോന്നി കഴിഞ്ഞാൽ നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് ആ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യേണ്ടത്. അപ്പൊ ഞങ്ങൾ ഈ ബിസിനസ്സിൽ വന്ന സമയത്തും നമ്മൾ ദുബായിലാണ് ഉള്ളത്. ഇവിടുത്തെ കാലാവസ്ഥ, വർക്ക് പ്രഷർ, ജീവിത രീതി, കുറെ ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ പ്രോഡക്റ്റ് ഉപയോഗിച്ചു, റിസൾട്ട് മനസ്സിലായിട്ടാണ് നമ്മൾ ഇത് ബിസിനസ് ആയിട്ട് എടുത്തത്. വെറും ഒരു ബിസിനസ് മൈൻഡിൽ വന്നവരല്ല നമ്മൾ. അപ്പോൾ ഇത്രയും നല്ല ഇങ്ങനെ ഒരു ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറഞ്ഞൊരു മേഖല ഉണ്ടെന്ന് അറിഞ്ഞത് തന്നെ ഞങ്ങൾ 4 വർഷം മുമ്പാണ്. നോർമലി നമ്മൾ ഇന്ത്യൻസിന് എല്ലാവർക്കും എന്ത് പ്രശ്നം വന്നാലും ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ പോകും. അത് ഒരു പ്രശ്നത്തിന് ഞങ്ങൾ പോകും, പിന്നെ നമുക്ക് അന്ന് ഫ്രീ ആയിട്ട് ചില പ്രശ്നങ്ങളും കിട്ടും. ലാസ്റ്റ് സർജറിയിൽ അത് കലാസാവും, അല്ലെ? ഇതൊക്കെയാണ് നമുക്ക്. അപ്പൊ നമ്മുടെ ആരോഗ്യം നമുക്ക് സംരക്ഷിച്ചുകൊണ്ട് അസുഖങ്ങൾ വരാതെ നമ്മൾക്ക് ഇപ്പൊ ഇതിൽ തന്നെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ ലൈവ് തരാം. നമ്മളെ സീന മാഡമിന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, ഒന്ന് ഷെയർ ചെയ്യാമോ? നിങ്ങൾ ഇന്ന് എന്റെ അടുത്ത് പറഞ്ഞ കാര്യം ഒന്ന് ഷെയർ ചെയ്യാമോ? ഒന്ന് പുതിയ ആൾക്കാർക്ക് അവർക്കൊന്ന് പറയും. എനിക്ക് പിന്നെ നമ്മുടെ കൊറോണ വാക്സിൻ എടുത്തു കഴിഞ്ഞപ്പോൾ മുതൽ പിറ്റേ മാസം മുതൽ ബ്ലീഡിങ് തുടങ്ങി 1.5 വർഷം നീണ്ടു നിന്നു. അത് കഴിഞ്ഞ് പിന്നെ DNC ചെയ്ത് കഴിഞ്ഞപ്പോഴും അത് നിന്നില്ല. ഒരു 30 ദിവസം കഴിയുമ്പോൾ വീണ്ടും ബ്ലീഡിങ്ങിന്റെ പ്രശ്നമായി. അങ്ങനെ ഹോർമോണിന്റെ കുറവാണെന്ന് പറഞ്ഞുള്ള ഹോർമോൺ ഗുളിക എല്ലാം കൂടെ കഴിച്ച് വീണ്ടും പ്രശ്നമായി. അത് വീണ്ടും DNC ചെയ്ത് കഴിഞ്ഞപ്പം അവർ പിന്നെ പറഞ്ഞു ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, സർജറിയെ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടർ തന്നെ പറയുന്ന കേട്ട് നമ്മൾ ചെയ്യണ്ടെന്ന് വിചാരിച്ച് വീണ്ടും പിന്നെ ബിലീവേഴ്സ് തിരുവല്ല ബിലീവേഴ്സിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ആ ഡോക്ടർ പറഞ്ഞു കുറച്ച് നാൾ മരുന്ന് തരാം, സർജറി ഇപ്പം വേണ്ട, 40-45 വയസ്സൊക്കെ കഴിയട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഇങ്ങനെ ആ മരുന്നിലൊക്കെ നിന്ന് കഴിഞ്ഞ് പിന്നെ ഇപ്പൊ ഈ ഒരു സെപ്റ്റംബർ ഒക്കെ ആയപ്പം വീണ്ടും ബ്ലീഡിങ് ആയി. അങ്ങനെ വീണ്ടും ഹോസ്പിറ്റലിൽ പോയപ്പം ഡോക്ടർ പറഞ്ഞു ഇതിപ്പോൾ ഓവർ ബ്ലീഡിങ് ആണ്,
അപ്പം നമുക്കൊരു പിന്നെ ഒരു ബയോപ്സി ചെയ്യണം 3 ആഴ്ച കഴിഞ്ഞെന്ന്. ആ സമയത്താണ് ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്ട് ആയത്. അപ്പോഴേ 3 ആഴ്ച ഉണ്ടല്ലോ, അപ്പം എൻ്റെ അപ്ലൈയും പറഞ്ഞു 3 ആഴ്ച ഉണ്ടല്ലോ ചേച്ചി, അത് ചേച്ചി ഞാൻ പറയുന്ന സപ്ലിമെന്റ് ഒന്ന് കഴിച്ചു നോക്കെന്ന് പറഞ്ഞു. ഇത്രയും മരുന്നുകളും എല്ലാം കഴിച്ച് പല ഹോസ്പിറ്റലിലും കയറി ഒത്തിരി രൂപ ലക്ഷം മുടക്കിയതുവാ. അപ്പം നമ്മളിതൊന്ന് പരീക്ഷിക്കാന്ന് വിചാരിച്ച് ചെയ്ത്. ഇപ്പം എനിക്ക് യാതൊരുവിധ, ഇപ്പം 5 മാസമായി. എനിക്കിപ്പം പീരീഡ്സ് റെഗുലറായിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇപ്പം ഇല്ല. മുടിയെല്ലാം അങ്ങ് പൊഴിഞ്ഞു പോയതായിരുന്നു. മുടിയെല്ലാം പോയി, എൻ്റെ ശരീരവും മൊത്തവും ഇതായി. ആ ഗുളികകളെല്ലാം കഴിച്ച് സൈഡ് എഫക്റ്റ് ആയി. അത് പിന്നെ യൂട്രസിലോട്ട് ഫംഗസ് ബാധയാകാൻ തുടങ്ങി. പിന്നെ വായ്ക്കകം മൊത്തവും പൊട്ടി, ഗുളികകളുടെ എല്ലാം എഫക്റ്റ്. അപ്പം നമ്മുടെ പേസ്റ്റ് കൊണ്ട് വാപട്ടൽ മാറി, ഹെയർ ഓയിലും ഹെയർ ഷാമ്പുവും കൊണ്ട് മുടി കിളിക്കുന്നു. പിന്നെ നമ്മുടെ സപ്ലിമെന്റ് എല്ലാം കഴിച്ച്, അപ്പം അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാൻസർ ആവാൻ സാധ്യത ഉണ്ടെന്നും പറഞ്ഞായിരുന്നു. നമ്മുടെ കുറുക്കുമീൻ കഴിച്ചുകൊണ്ട് അതും ഇപ്പൊ ഇല്ല. ഇപ്പൊ ഹോസ്പിറ്റലിൽ 5 മാസമായി ഞാൻ പോയിട്ട്, ഇതുവരെയ്ക്കും ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നിട്ടില്ല. ഒരു പനി വന്നാലും നമ്മൾ നമ്മുടെ പഞ്ചതുളസി, ആംല, നോനി, സ്പെർലിന ഒക്കെ കഴിച്ച് നമ്മൾ ഇപ്പൊ ആരോഗ്യമായിട്ടിരിക്കുന്നു. ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നിട്ടില്ല. സർജറി ചെയ്യണോന്ന് പറഞ്ഞെടുത്തോന്ന് ഇത്രയും ദൈവം അനുഗ്രഹിച്ചു കൊണ്ടുവന്നു. അതുകൊണ്ട് ഞാനിതൊരു ഇതായിട്ട് എടുക്കുന്നത്. ഇനി എന്ത് വന്നാലും വെസ്റ്റീജ് വിടില്ല എന്ന്. ആ വെസ്റ്റീജിന്റെ പ്രോഡക്റ്റ് നമ്മൾ ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോമിലോട്ടാണ് വന്നിരിക്കുന്നത്. അത് എനിക്ക് കൂടുതലും മനസ്സിലായത് കഴിഞ്ഞ 26-ാം തീയതി, ഫെബ്രുവരി 26-ാം തീയതി ഒരു അവാർഡ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു നമ്മുടെ കമ്പനിയുടെ എറണാകുളത്ത്. അവിടെ ചെന്ന് ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴാ നമ്മൾ ഇത്രയും പഠിച്ച് ലക്ഷങ്ങൾ മുടക്കി ഒരു ജോലിക്ക് കയറുന്നത്. ഇപ്പം നമുക്ക് യാതൊരുവിധ ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ ഇത്രയും നല്ലൊരു പിന്നെ വിദ്യാഭ്യാസമോ വേണ്ട, സൗന്ദര്യമോ വേണ്ട, ഒന്നും വേണ്ട, നമ്മൾ ഇത്രയും വലിയൊരു കമ്പനിയിലാണല്ലോ ചെന്നെത്തപ്പെട്ടത്. അത് അവിടെ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് അത് അവിടെ വെച്ചൊരു തീരുമാനം എടുക്കുന്നതും. അങ്ങനെ ഇപ്പൊ ഇത് എന്റെ പാഷനായിട്ട് കൊണ്ടുപോയി. ഇനി എന്നെ പോലെ ഇതുപോലെ ഹെൽത്ത് പ്രോബ്ലംസ് അനുഭവിക്കുന്നവർക്ക് ഞാനിത് ഷെയർ ചെയ്യുന്നുണ്ട്. ചിലവരൊക്കെ പറയും ഡോക്ടറാണോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ നമ്മൾ പറഞ്ഞു കൊടുക്കാനുള്ളത് പറഞ്ഞു കൊടുക്കും. അവര് ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ എന്ന് വിചാരിച്ച്. പക്ഷെ എനിക്ക് യാതൊരുവിധ പ്രോബ്ലംസും ഇപ്പൊ ഇല്ല. അത് ഞാൻ ഒരു സമയത്ത് ഇത് ദൈവത്തെ മുഖാമുഖം കണ്ടതാ. സർജറിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആരോഗ്യത്തോടെ ഇപ്പൊ ഇരുന്നിട്ട് തന്നെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ സർജറിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തുമായിരിക്കും അവസ്ഥ? ഒരു സ്ത്രീയുടെ ഒരു പ്രധാന ഘടകമല്ലേ യൂട്രസ് എന്ന് പറയുന്നത്. അപ്പൊ അത് റിമൂവ് ചെയ്യുവാണെങ്കിൽ എന്താ സംഭവം? അതുകൊണ്ട് ദൈവത്തിനോട് നന്ദി പറയുന്നു. നല്ലൊരു, ആരും പേടിക്കണ്ട, എല്ലാവരും ഇത് ഉപയോഗിക്കണം. ഞാനതാ പറയുന്നത്. എൻ്റെ എക്സ്പീരിയൻസ്, എനിക്ക് വന്ന അനുഭവമാണത്. അത് ഞാൻ എല്ലാവരോടും സംസാരിക്കുന്നുണ്ട്, തുറന്നു പറയുന്നുണ്ട്. എനിക്ക് ഒത്തിരി ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, അതെല്ലാം ഇപ്പം മാറി. നമ്മുടെ എല്ലാം നല്ല പ്രൊഡക്റ്റുകളാണ്. പ്രകൃതിക്കോ മനുഷ്യനോ കുഞ്ഞു പിള്ളേർക്ക് വരെയും കൊടുക്കാവുന്ന പ്രൊഡക്റ്റുകളാണ് നമ്മുടേത്. അതിന് എൻ്റെ കുടുംബം മൊത്തം ഇപ്പം നമ്മുടെ പ്രൊഡക്റ്റാണ് ഉപയോഗിക്കുന്നത്. എൻ്റെ കൊച്ചുങ്ങൾക്കെല്ലാം ഞാനതാ കൊടുക്കുന്നത്. അവര് ഇളയ കുഞ്ഞിനാന്നേലും പിന്നെ എന്നും വയറുവേദന, എന്നും സ്കൂളിൽ പോവുക, വയറുവേദനയായിട്ട് തിരിച്ചു വരിക, അങ്ങനെ ഹോസ്പിറ്റലിൽ എന്നും പോയി സ്കാൻ ചെയ്തും ഒക്കെയാ. പക്ഷെ എന്തും അതുപോലും കണ്ടുപിടിച്ചില്ല. നമ്മുടെ കോംബയോട്ടിക്സും അലോവേരയും സ്ഥിരമായിട്ട് കൊടുത്ത് ഇപ്പം അത് മാറി. പിന്നെ പഞ്ചതുളസിയും കൊടുക്കുന്നുണ്ട്. സ്കൂളിൽ എന്നും പഞ്ചതുളസി കൊടുത്താണ്, വെള്ളത്തിന്റെ കൂടെ കൊടുത്താണ് വിടുന്നത്, CMDയും കൂടെ. ഇപ്പം അവന് യാതൊരു പ്രശ്നമില്ല. ഇപ്പം സ്കൂളിൽ ആബ്സെന്റ് ഇല്ല. അപ്പം അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തില് എല്ലാവർക്കും നല്ല ആരോഗ്യമുണ്ട്. താങ്ക് യു. അപ്പം ഇതാണ് എന്താ നമ്മളെ റിയൽ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അവർക്ക് ഇത്രേ സർജറി എന്ന് പറഞ്ഞൊരു സ്റ്റേജിൽ നിന്ന് പ്രോഡക്ട്സ്, ഫുഡ് സപ്ലിമെന്റുകൾ ഉപയോഗിച്ചിട്ടാകുമ്പോൾ അവരുടെ ജീവിതത്തിലായ മാറ്റാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതാണ് നമ്മൾക്കിപ്പോ സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ലേഡീസിന് തന്നെ യൂട്രസിന്റെ മെയിൻ ഒരു ഓർഗൻ ആണ് ലേഡീസിന്റെ യൂട്രസ് എന്ന് പറയുന്നത്. അപ്പൊ അത് റിമൂവ് ആയി കഴിഞ്ഞാൽ പലതരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ട്, ഹോർമോൺസിന്റെ ലെവലിലും, അതുപോലെ അത് മാനസികപരമായിട്ടും പിന്നെ ശാരീരികപരമായിട്ടും അവർക്ക് എന്താ പറഞ്ഞാൽ ബോണൊക്കെ വീക്കാവും. ബോൺ വീക്കായി കഴിഞ്ഞാൽ പിന്നെ എന്താ ഇടയ്ക്കിടെ ഇങ്ങനെ തട്ടിയാലും മുട്ടിയാലും ഒക്കെ പൊട്ടിപ്പോവും. അതിന് കാൽഷ്യം എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ എന്റെ അമ്മന്റെ സ്ഥിതിയാണ്, കാൽഷ്യം എടുത്തു കഴിഞ്ഞാൽ ഗാൽ ബ്ലാഡറിൽ സ്റ്റോൺ വന്നു. ഈ ബിസിനസ്സിൽ വരുന്നാട്ടി മുമ്പ് 2016 സർജറി ഒക്കെ ചെയ്തത്. അപ്പൊ അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആണ് ഇപ്പൊ അമ്മ സഫർ ചെയ്യുന്നത്. അപ്പം ഇതാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രോഡക്റ്റുകൾ
ഉപയോഗിച്ചിട്ട് ആണ് നമുക്ക് അതിന്റെ വിശ്വാസമാണ് ഇപ്പം ഈ പറഞ്ഞതൊക്കെ നമ്മളെ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്തത്. അപ്പൊ അതുകൊണ്ട് പ്രോഡക്റ്റ് ഉപയോഗിച്ച് നോക്കുക. ന്യൂട്രാസ്യൂട്ടിക്കൽ എങ്ങനെയാണ് മെഡിക്കൽ ഇൻഡസ്ട്രി, അതുപോലെ തന്നെ വേറൊരു ഇൻഡസ്ട്രിയാണ് ഈ ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറയുന്നത്. അസുഖങ്ങൾ വരാതിരിക്കാനും ആരോഗ്യത്തോടെ ജീവിക്കാനാണ് ഫുഡ് സപ്ലിമെന്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ഇതാണ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ അപ്ലയൻസ് ആയിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് ഐഡിയ എടുക്കുക. അക്ഷയ മാഡം ക്ലോസിങ് ചെയ്തോളൂ. താങ്ക് യു സാർ, താങ്ക് യു മാഡം. എല്ലാവരുടെയും ഡൗട്ട്സ് ഒക്കെ നല്ലപോലെ തന്നെ ക്ലിയർ ചെയ്തു. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു മാറ്റം, നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു മാറ്റം കൊണ്ടുവരാനും നല്ലൊരു സക്സസിലേക്ക് എത്താനും ഈ ബിസിനസ്സിലൂടെ എല്ലാവർക്കും സാധിക്കും. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങളെ ആരാണ് ഈ ബിസിനസ്സിൽ ഇൻവൈറ്റ് ചെയ്തത് അവരുമായി കോണ്ടാക്ട് ചെയ്ത് ഐഡിയ എടുത്ത് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു. ഗുഡ് നൈറ്റ്. വിഷ് യു വെൽ.